അപ്പോൾ FBIയുടെ ഒരു എഫിഷ്യൻസി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എയർപോർട്ടിൽ അത്രയും ചെക്കിംഗ് ഉണ്ട്. അവർ ഡാൻസിങ് ഇസ്രേലി 5 ഡാൻസിങ് ഇസ്രേലി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ അടിച്ച് കഴിഞ്ഞാൽ കിട്ടും. അത് നമുക്ക് ചാറ്റ് ജിപിറ്റിയും ചോദിക്കാം. ഇസ്രേലി 5 ഡാൻസിങ് ഇസ്രേലി എന്തിനാണ് അവർ ചാടിയത്? അവരെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഡിമോളിഷൻ സെൻറ്ററിലെ ഒരു ജോലിക്കാരാണ്. അവരുടെ വണ്ടിയിലാണെങ്കിൽ എക്സ്പ്ലോസീവ്സ് ഉണ്ട്, ക്യാഷ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ FBI അന്വേഷിച്ച് പോയപ്പോഴാണെങ്കിൽ അങ്ങനെ ഒരു കമ്പനി ഉണ്ട്. പക്ഷേ കമ്പനിയിൽ ഈ പറഞ്ഞ സാധനങ്ങളില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ IT കമ്പനി ആണെങ്കിൽ എൻ്റെ IT കമ്പനിയിൽ കമ്പ്യൂട്ടർ ഉണ്ടാവും, കോഫി മെഷീൻ ഉണ്ടാവും, IT സ്റ്റാഫ് ഇരിക്കുന്ന കസേരകളുണ്ടാവും. ഇതൊരു അർബൻ മൂവിങ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു കമ്പനി എന്ന് പറഞ്ഞാൽ അവിടുത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്ന് വെച്ചാൽ ഹെവി മെഷീനറീസുമായിട്ട് ബന്ധപ്പെട്ട കമ്പനി ചിലപ്പോൾ അതൊന്നും ഇല്ല. കമ്പനിയുടെ പേരുണ്ട്, കമ്പനിയിൽ ഈ പറഞ്ഞ സാധനമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ എന്തോ കാര്യത്തിന് വേണ്ടി തട്ടിക്കൂട്ടുണ്ടാക്കിയ കമ്പനി. അത് ഈ പരിപാടി കഴിഞ്ഞപ്പോൾ അടച്ചു പൂട്ടുകയും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് പോവുകയും ചെയ്തു. അപ്പോൾ ഇവരെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ വന്നത് ആ ഒരു ഇവൻറ്റ് ഡോക്യുമെൻ്റ് ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പം FBI അത് വിശ്വസിച്ചു. നിങ്ങളതിന് വേണ്ടി വന്നതാണോ? കഷ്ടം, പാവം, 72 വർഷം തടവിൽ വെച്ചു എന്നൊക്കെ പറയുന്നത്. എങ്ങനെയാണ് ജീവിച്ചതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഞങ്ങളത് ഡോക്യുമെൻ്റ് ചെയ്യാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പം അത് വിശ്വസിച്ചു, അവരെ തിരിച്ച് കയറ്റി വിട്ടു. പക്ഷേ ഡോക്യുമെൻ്റ് ചെയ്യാൻ വരണമെങ്കിൽ ആ ഇവൻ്റ് അവിടെ നടക്കണ്ടേ? നമ്മൾ ഇവൻ്റ് നടക്കുമ്പോൾ അവിടെ പോയി ഇങ്ങനെ തുള്ളിച്ചാടി ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അതിൻ്റെ ഒരു ഞെട്ടലുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് FBIക്ക് കുഴപ്പമില്ല. അവർ പറയുന്നു, ഇവരെ നമ്മൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവരെല്ലാം പ്രശ്നമൊന്നുമില്ല, തെളിവുകളൊന്നുമില്ല. അതാണ് ചാറ്റ് ജിപിറ്റി പറയുന്നത്. കേസുകളൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ അതിന് കോൺസ്പിറസി തന്നെയാണ്. കേസ് ഉണ്ടാവണമെങ്കിൽ കേസ് എടുക്കണ്ടേ, പരിശോധിക്കണ്ടേ, തെളിവുകൾ വേണ്ടേ, കേസ് അന്വേഷിക്കണ്ടേ, നമുക്ക് പോയി കേസ് അന്വേഷിക്കാൻ പറ്റുമോ? അതുമാത്രമല്ല, 150ഓളം ഇസ്രയേലികളെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത് അന്നത്തെ ദിവസം. പല ഭാഗങ്ങളിൽ ഇതേപോലെ സെലിബ്രേറ്റ് ചെയ്തതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. പക്ഷേ അതൊക്കെ അവരെ ഡീപ്പോർട്ട് ചെയ്തു, തിരിച്ച് അവരുടെ രാജ്യത്തേക്ക് പറഞ്ഞു വിട്ടു, വേറെ കേസ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് പറയുന്നത്, ഈ പറഞ്ഞ 9/11 ജോബിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ 9/11 തുടങ്ങുന്നതിന് മുമ്പ് ആ ഒരു സിൽവർസ്റ്റൈൻ, അത് ലാരി സിൽവർസ്റ്റൈൻ വാങ്ങിക്കുന്നത് മുതൽ അതൊരു ആസ്ബസ്റ്റോസിൽ പറഞ്ഞൊരു ബിൽഡിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ ബിൽഡിംഗ് എന്ന് വെച്ചാൽ അതിൻ്റെ ഫയർ പ്രൂഫിങ് ആസ്ബസ്റ്റോ ആയിരുന്നു. എന്ന് വെച്ചാൽ അത് അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് വെച്ച് പറ്റുന്നില്ല. അവർ അത്രയും മോശപ്പെട്ടൊരു ബിൽഡിംഗ് വാങ്ങിച്ച് അതിനെ റിനോവേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ലോകം അറിയുന്നൊരു വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്കുന്നു. അതിനുശേഷം കോക്പിറ്റിൻ്റെ റെക്കോർഡിങ്സ് ഒന്നും അറിയില്ല. 3 ഫ്ലൈറ്റ് ഇടിച്ചു എന്ന് പറയുന്നു. ആ 3 ഫ്ലൈറ്റിൻ്റെ റെക്കോർഡിങ്സും തകർന്നു. ഒരെണ്ണം കിട്ടി, പക്ഷേ അത് കേൾക്കാൻ പറ്റുന്ന രൂപത്തിലല്ല. ഇവർ പറയുന്നത് കടലിൻ്റെ അടിയിൽ പോയാൽ കിട്ടും, 1200 ടെമ്പറേച്ചറിൽ നിങ്ങൾക്ക് ഉരുക്കിയാൽ ആ സാധനം കിട്ടും എന്ന് പറയുന്ന സാധനം. ഒരു ഫ്ലൈറ്റ് ഒരു ബിൽഡിങ്ങിൽ ഇടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സാധനം കത്തിപ്പോയി എന്ന് പറഞ്ഞത്, എന്ന് വെച്ചാൽ നശിച്ചു പോയി എന്നാണ് അവർ പറയുന്നത്. FBI പറയുന്നതാണ്. ഇതൊക്കെ ലോജിക്കാണെന്ന് പറഞ്ഞാൽ അമേരിക്കക്കാർ പറയട്ടെ, ലോജിക്കാണോ ഇല്ലെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കിട്ടാത്തൊരു സാധനത്തിനകത്ത് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ, ഈ ഫ്ലൈറ്റ് ഓടിച്ച പൈലറ്റ് ഉണ്ടല്ലോ, അവരുടെ പാസ്പോർട്ട് കിട്ടി. കോക്പിറ്റിലെ ബ്ലാക്ക് ബോക്സ് കിട്ടിയിട്ടില്ല, നശിച്ചു. പക്ഷേ പേപ്പർ എന്ന് പറഞ്ഞ സാധനം പാസ്പോർട്ട് കിട്ടി. അതിൽ അവരുടെ നാഷണാലിറ്റി ഉണ്ട്, അവർ ഇന്ന രാജ്യത്തെയാണ് ഐഡൻറ്റിഫൈ ചെയ്തു, അവർ അറസ്റ്റ് ചെയ്തു. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ മുസ്ലിംസാണ് ചെയ്തത്, അൽ-ഖായ്ദയാണ് ഇതിനകത്ത് ഉത്തരവാദികൾ. ബാക്കി കാര്യങ്ങളൊന്നും അതിനകത്ത് പാസഞ്ചേഴ്സിന് 300 എത്രയോ മരിച്ചു പോയിട്ടുണ്ട്. അതിൽ കൊലയ്ക്ക് കൊടുത്തു എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അതിൻ്റെ കൊളാപ്സൊക്കെ ഉണ്ട്. ഇടിച്ചു, താഴേന്ന് ഇങ്ങനെ ഒരു ഡിമോളിഷൻ നടന്നാൽ എന്തിരിക്കും, അങ്ങനെയാണ് അവർ പൊളിച്ചത്. എന്ന് വെച്ചാൽ താഴെ ഇങ്ങനെ താഴോട്ട് അങ്ങ് വീഴാണ് ബിൽഡിങ്. മുകളിൽ എങ്ങനെ ഫ്ലൈറ്റ് ഇടിച്ച് അങ്ങനെ താഴോട്ട് പോകുന്നത്, സ്റ്റീലിലുണ്ടാക്കിയൊരു ബിൽഡിങ് നടക്കത്തില്ല. അതേപോലെ ഈ പറഞ്ഞ കണ്ടുപിടിച്ചു പാസ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞ ആൾക്കാരെ പലരും പറയുന്നുണ്ട്, ഞങ്ങൾ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറയുന്നുണ്ട്. വേറെ രാജ്യക്കാരാണ് എന്ന് വെച്ചാൽ അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇവരാരെയോ കൊണ്ട് സ്റ്റേ ചെയ്യാൻ വേണ്ടി ആൾക്കാരെ കൊണ്ട് കാണിച്ചിട്ട് അവരെ കൊണ്ടായെന്ന് പറഞ്ഞാൽ അവർ തന്നെയാണോ എന്ന് അറിയില്ല, അവരെ പോലെ ഇരിക്കുന്ന ആരെയും കൊണ്ട് കാണിച്ചിട്ട് പോയി. അമേരിക്ക പറഞ്ഞു, ബിൻ ലാദൻ മരിച്ചു, ഞങ്ങൾ കൊന്നു, ബിൻ ലാദൻ്റെ ബോഡി കടലിലൂടെ കല്ലിൽ തൂക്കി. ബിൻ ലാദൻ കിഡ്നി രോഗം വന്ന് മരിച്ചു എന്ന് ആരൊക്കെയോ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ബിൻ ലാദൻ ഈ സമയം നടക്കുന്ന സമയത്തൊക്കെ മരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ബിൻ ലാദൻ അത് കഴിഞ്ഞിട്ട് ശേഷം അമേരിക്കയ്ക്ക് പിടികൊടുത്തിട്ടില്ല, അമേരിക്ക പിടിച്ചിട്ടുമില്ല. ബിൻ ലാദൻ്റെ അസുഖം വന്ന് മരിച്ചതാണ്. അപ്പോൾ അവരെന്താ ബോഡി കാണിക്കാതെ? അവർക്ക് അത്രയ്ക്കും പേടിയാണ് ഈ പറഞ്ഞ ബിൻ ലാദനെ ആൾക്കാർ വന്ന് ആരാധിക്കുന്ന പേടിയാണ്. നമുക്കങ്ങനെ ആരാധന ഉണ്ടായുള്ളൂ. അപ്പോൾ അമേരിക്കക്കാർ പറഞ്ഞാൽ വിശ്വസിച്ചോണം, നിങ്ങൾ പറഞ്ഞാൽ പിന്നെ നുണയില്ല. നാസ പറഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, അമ്മാവന്മാർ പറയുന്നുണ്ട് നാസ പറഞ്ഞാണ്, എന്നാൽ പിന്നെ നിങ്ങൾ പുറത്തിറങ്ങരുത്, സൂര്യാഘാതം വരും എന്താ. നാസ ഒരു കോമഡി ആയി പോയി. ഏരിയ 51 എന്താ നടക്കുന്നത് ആർക്കും അറിയില്ല. അവർ പറഞ്ഞ് ഏലിയൻ ഉണ്ട്. അമേരിക്കയ്ക്ക് മാത്രം ഇത്രമാത്രം ഏലിയൻ എവിടെ കിട്ടുന്നു? അമേരിക്കയ്ക്ക് മാത്രം ഇത്ര സൂപ്പർമാൻ എവിടെ കിട്ടുന്നു? അവർക്ക് മാത്രം ഈ രോഗം രക്ഷിക്കാൻ വരുന്ന ആൾക്കാർ എവിടെ നിന്ന് കിട്ടുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല. ഏരിയ 51 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CIA നിയന്ത്രണത്തിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് അങ്ങോട്ട് കയറാൻ പറ്റില്ല. CIA നേതാക്കളാണ് തീരുമാനിക്കുന്നത് എന്താണ് അവിടെ. അത് പുറത്തേക്ക് പോകാൻ പറ്റില്ല, അതിൻ്റെ ഏരിയൽ ഷോട്ട് എടുക്കാൻ പാടില്ല, അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉള്ള ഭാഗമാണ് ഈ പറഞ്ഞ ഏരിയ 51.
എന്താണ് അവിടെ നടക്കുന്നത് ആർക്കും അറിയില്ല. അതറിയണ്ടേ, ലോകം അറിയണ്ടേ നിങ്ങൾ എന്താണ് അവിടെ ചെയ്യുന്നത്. അവർ പറഞ്ഞു ഞങ്ങൾ ഏലിയനാണ്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത്, ഉണ്ടത് ഏലിയനാണോ ഇല്ലയോ എന്ന് നമ്മൾ അറിയണ്ടേ, എന്താണെന്ന് അറിയണ്ടേ, നമുക്കെന്താ കാണാൻ ആഗ്രഹമില്ല ഏലിയനെ. അപ്പോൾ എന്നതുപോലെ അമേരിക്ക ചെയ്ത ഒരുപാട് സ്റ്റേജിങ് ഉണ്ട്. പക്ഷേ ഈ 9/11 പേരിൽ ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് വന്നിട്ടോ. BBC റിപ്പോർട്ടിലൊക്കെ വന്ന ആൾക്കാർ ഒരുപാട്, ഞാൻ അന്ന് നോക്കിയപ്പോൾ 50,000-ഓളം പേര് ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞത്. കാരണം നമ്മൾ പറയുന്നല്ലോ അള്ളാഹ് ഇസ് ദ ബെസ്റ്റ്. നിങ്ങൾ എന്ത് വേണേലും തീരുമാനിച്ചു, നിങ്ങൾ എങ്ങനെ വേണേലും പ്ലാൻ ചെയ്തു, നിങ്ങൾക്ക് തകർക്കാൻ പറ്റുന്നതല്ല ഈ പറഞ്ഞ മതം. അള്ളാഹ് പറയുന്നത് നിങ്ങൾ എത്ര ശ്രമിച്ചാലും തകർക്കാൻ പറ്റാത്തതിൻ്റെ മുകളിലൊരു പ്ലാനിങ് എനിക്കുണ്ട്. നിങ്ങൾക്ക് ഇന്ന് എന്ത് ഭക്ഷണം കഴിക്കണം, നിങ്ങൾ എവിടുന്ന് ഭക്ഷണം കഴിക്കണം, നിങ്ങൾ എവിടെ മരിക്കണം ജനിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ എനിക്കറിയാമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്ലാൻ്റെ അപ്പുറം എനിക്കറിയാം. അനങ്ങുന്ന ഓരോ ഇലയും മണ്ണിൻ്റെ ഓരോ തരി മണ്ണിൻ്റെയും കണക്കറിയാൻ പറ്റുന്ന പടച്ചവന് നമ്മുടെ മനസ്സിലുള്ള കാര്യം അറിയാൻ പാടില്ലെന്നുണ്ടോ? അപ്പം പറയുന്നത്, അപ്പം ചോദിക്കും അത്രയും പ്ലാനിങ് അറിയാമെങ്കിൽ എന്ത് പിന്നെ ലോകം നന്നായിക്കൂടെ? അത് നിങ്ങളുടെ ബാധ്യതയല്ലേ. മനുഷ്യന് ബുദ്ധി കൊടുത്തിട്ടില്ലേ, കരുണ കൊടുത്തിട്ടില്ലേ, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലേ? ആ കഴിവ് നിങ്ങൾക്ക് എന്താ പുറത്തെടുത്തൂടെ? ഇപ്പം നമ്മളിപ്പോൾ ഒരു രാജ്യത്തിൽ കുട്ടികൾ മരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ മരിക്കുന്നത് കഷ്ടമാണ്, എൻ്റെ മനസ്സ് വിഷമിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് നാണക്കേടാണോ? അതിന് നിങ്ങൾക്ക് ഇനി പടച്ചോൻ വന്ന് പറയണോ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ കരയണമെന്ന്? അത് നിങ്ങൾക്ക് തന്നിട്ടില്ല. അത് നിങ്ങൾക്ക് അത്രയും അല്ലെ കൽബ് നിങ്ങൾക്ക് അത്രയും അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരിശോധിക്കണം, നിങ്ങൾ മനുഷ്യനാണോന്ന്. പട്ടികൾ പോലും കരയുന്നുണ്ട് സ്വന്തം കൂടപ്പിറപ്പ് പോകുമ്പം. ഞാനവിടെ കേട്ടോ, സ്വന്തം ജനറേഷനെ അല്ലെങ്കിൽ സ്വന്തം രൂപമുള്ള അവരെ കൊല്ലുന്ന ഒരേ ഒരു ജീവികൾ മനുഷ്യന്മാരായിരിക്കും. മറ്റുള്ള ജീവികൾ അവരെ ചേർത്ത് പിടിക്കാറുണ്ട്, സംരക്ഷിക്കാറുണ്ട്. പക്ഷേ മനുഷ്യന് മാത്രം പറ്റില്ല. അപ്പം മനുഷ്യനാണ് ഏറ്റവും കരുണയില്ലാത്തവർ. അത് പറഞ്ഞ് ഒന്നും ആലോചിച്ചാൽ മതി. നമ്മളുടെ വീട്ടിലെ കുട്ടി, ഞാനൊരു പറഞ്ഞ ഒരു RSSകാരൻ്റെ കാര്യമാണ് പറയുന്നത്. RSSകാരൻ്റെ സംഭവം നാട്ടിൽ നടക്കുന്ന അട്രോസിറ്റിയൊക്കെ പറയുമ്പോൾ അവർ മരിക്കണം, അത് നിങ്ങൾ വളർന്നു വരുമ്പോൾ തീവ്രവാദി ആകുന്നുണ്ടല്ലേ, നിങ്ങൾ ജിഹാദ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ മതം ഫോളോ ചെയ്യുന്നുണ്ടല്ലേ, നിങ്ങൾ മുസ്ലിം ആണ്ടല്ലേ മരിക്കുന്നത്. എന്നാൽ അവരുടെ വീട്ടിലെ കൊച്ചിനൊരു പനി വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് പൈസ ഉണ്ടോയെന്ന്. അപ്പോൾ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് എൻ്റെ പൈസ ഇല്ലടാ, എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് തരണമെന്നെങ്കിൽ ഞാൻ പറയുന്നത് അവർക്ക് കരുണയുണ്ടെന്നരം, ഇല്ലാത്തതല്ല, പക്ഷേ സെലക്റ്റീവാണ്. അവരുടെ ബ്ലഡിന് എന്തെങ്കിലും പ്രശ്നം വരുന്നു, അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നു എങ്കിൽ അവർക്ക് വേദനയുണ്ട്. പക്ഷേ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് കരയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ റിസ്വാൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാൽ എനിക്ക് കരയേണ്ട ആവശ്യമില്ല. ഞാൻ വിചാരിക്കാം അന്ന് കരയണ്ടടാ എന്ന് ഞാൻ പറയും. പക്ഷേ സ്വന്തത്തോട് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ സിസ്റ്റർ മരിച്ചപ്പോൾ എനിക്കുള്ള വിഷമം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നാട്ടുകാരെത്രയോ കരഞ്ഞിട്ട് പോകുമായിരിക്കും. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു നല്ല സമ്പത്തുള്ളൊരു കുടുംബത്തിലൊരു ആൾ മരിച്ചുപോയി. അവരുടെ മക്കളൊക്കെ ഭയങ്കര കരച്ചിലും മയ്യത്തെടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര വിഷമം. ഞാൻ അവരുടെ കൂട്ടിരുന്നു, എൻ്റെ കൂട്ടുകാരനായിരുന്നു. മയ്യത്തെടുത്തു ആ സമയത്തൊക്കെ ബന്ധുക്കളൊക്കെ ഭയങ്കര കരച്ചിലും നിലവിളിയും കാര്യങ്ങളൊക്കെ. അപ്പം തീരുമാനം എടുക്കുന്ന മക്കൾക്ക് തീരുമാനം എടുക്കാനുള്ള യോഗ്യത അറിയാലോ. നമ്മൾ കല്യാണം വീട്ടിൽ ചെന്നാൽ ചെറുക്കനൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ബാക്കിയെല്ലാം വരുന്ന ആൾക്കാരൊക്കെ അഭിപ്രായം പറയുന്നത്, അമ്മാവന്മാരും കുറേ അലവലാദികളൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവർ പറയും എടുക്ക്, ബോഡി എടുക്ക്, അങ്ങനെ എടുക്ക്. അപ്പം മറ്റുള്ളവരുടെ വികാരങ്ങളൊന്നും ഇവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ കാരണം മരിച്ചത് അവരുടെ ആരുമില്ല, അവർക്കൊന്ന് അഭിപ്രായം പറയാം. മറ്റുള്ളവർ പറയുമ്പോൾ പറയും നിങ്ങളങ്ങനെ ചെയ്യില്ല, നിങ്ങൾ പെട്ടെന്ന് എടുക്ക്, ബോഡി അങ്ങനെ ആക്കുക. അത് ഇസ്ലാമിൻ്റെ രീതിയാണ് അങ്ങനെ. പക്ഷേ അഭിപ്രായം പറയുന്നത് ഇയാളാണ്. എന്ന് വെച്ചാൽ ഓർഡർ ഇടലാണ്. എടുക്ക്, ഉസ്താദെ ഉസ്താദിനി നിർത്ത്, മതിയായി, ഇറങ്ങിക്കോ എന്നുള്ള പരിപാടി ആ പറയുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് കബറടക്കാൻ വന്നപ്പോൾ എല്ലാവരും ജനക്കൂട്ടമായിരുന്നു. കബറടക്കി. അതാണ് മനുഷ്യൻ്റെ എത്രമാത്രം നിസ്സാരനാണ് മനുഷ്യൻ എന്നുള്ളത് ചിന്തിച്ചാൽ മതി നിങ്ങൾ. നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയങ്ങളുണ്ട്. എനിക്കറിയാം എങ്ങനെയാണ് മരണത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്. മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പെങ്ങൾ മരിച്ചപ്പോഴാണെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അരമണിക്കൂർ പോലായിട്ടില്ല, അടക്കി തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ചോറ് വിളമ്പി കഴിഞ്ഞു. മനസ്സിലായോ? ഒരാൾ വീട്ടിൽ നിന്ന് പോയി, ആ വീട്ടിലെ വിഷമം നിങ്ങൾ പിന്നെ കാണിക്കും, നിങ്ങൾക്ക് വിശപ്പായി. അതാണ് നിങ്ങളുടെ അടുത്ത യാഥാർത്ഥ്യം. വിശപ്പിലേക്ക് പോയി നിങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല. എൻ്റെ മോള് പോയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, എനിക്ക് വിശപ്പല്ല, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. അവിടെ കുട്ടികളായി ആൾക്കാർ വിരുന്ന് വരുന്നു, അവർക്ക് ചോറ് വിളമ്പുന്നു, മറ്റേത് മറന്നു. നേരത്തെ കഴിഞ്ഞവരെന്ന് ഇപ്പോൾ ചിരിക്കാൻ തുടങ്ങി. ഞാൻ അന്തം വിട്ടുപോയി കണ്ടത്. അപ്പം നമുക്കറിയാം എന്താ റിയാലിറ്റിയാണ് മരണത്തിൽ നിന്ന്. ഞാനിതേപോലെ കബറടക്കുന്നതിൻ്റെ മുന്നിലുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും പിരിഞ്ഞു പയ്യെ. ആൾക്കാർ പറഞ്ഞു വിഷമിക്കേണ്ട, പടച്ചവൻ അങ്ങനെ നല്ലത് കൊടുക്കുന്നുണ്ടാവും, നന്മ ഒരുപാട് ചെയ്തതല്ലേ. അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, ഹോപ്പാണ് ഇസ്ലാം. നമ്മുടെ ഒരു സിനിമാ നടി പറഞ്ഞല്ലോ, നമ്മുടെ പേര് മറന്നു, അവർ പറഞ്ഞല്ലോ എനിക്ക് സമാധാനം, അതായത് പടച്ചവനുണ്ട് എന്ന് പറഞ്ഞ സമാധാനം, എനിക്കൊരു നാളെ എന്തെങ്കിലും കിട്ടിയേക്കും എന്നുള്ള സമാധാനക്കാട്ട് നല്ലതേ കിട്ടില്ല എന്ന് പറയുന്ന സമാധാനം. എയ്ത്തിസ്റ്റിൻ്റെ പറഞ്ഞത് ഞാൻ ചെയ്യാതൊന്നും കിട്ടില്ല,
പക്ഷേ ഇസ്ലാം പറയുന്നത് നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങളുടെ സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് ഞാൻ കൊണ്ടുതരും, നിങ്ങളുടെ വായിലേക്ക് ഞാൻ നിങ്ങൾക്ക് കഴിക്കേണ്ട ഭക്ഷണം ഞാൻ തരുന്നത് ഞാനാണ്. നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് കല്യാണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കരുത് നിങ്ങളുടെ പൈസ ഉണ്ടോയെന്ന്. നിങ്ങൾ റെഡിയാവും, നിങ്ങൾക്ക് ബാക്കി പൈസ കിട്ടും. നിങ്ങൾ ഭക്ഷണമില്ലെങ്കിൽ നിങ്ങൾ പണിയെടുക്കാൻ പോകും. നിങ്ങൾ ആരോഗ്യമുണ്ടെങ്കിൽ അത് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഭക്ഷണം നിങ്ങളുടെ റിസ്ക് ഞാനാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ എവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം, നിങ്ങൾ എന്ത് കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഹോപ്പ് വരും പറഞ്ഞ് ഖബറാണ്, ഖബറിലെ അവസ്ഥ നമുക്കറിയാം, എന്നാൽ നന്മ ചെയ്തിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾക്ക് പിരിയുന്നു എന്ന് പറഞ്ഞ് പോയി. അത് കഴിഞ്ഞ് കുറച്ച് പേര് പോയി, 1-2 ബന്ധുക്കൾ പോയി, അവസാനം 3 മക്കൾ മാത്രമായി. റിയാലിറ്റി മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹം ഇത്രയും നാളും ഈ വണ്ടി ഓടിച്ചിലൂടെ നടന്നിട്ടുണ്ട്, അയാളെ കൈ കാണിച്ചിട്ടുണ്ട്, അയാളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്. ഞാൻ അത്ഭുതമായി, ഞാൻ കരഞ്ഞു പോയി അവിടെ നിന്നിട്ട്. ഞാൻ 4മതായിട്ട് നിൽക്കുന്ന ഞാൻ അവരുടെ കുടുംബത്തിലുള്ളതല്ല, ബാക്കി എല്ലാവരും പോയി, അവരുടേതായ കാര്യങ്ങളിലേക്ക് പോയി. വർത്തമാനം പറഞ്ഞ ആൾക്കാരൊന്നുമില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കളും പോയി. പിന്നീട് ആൾ മാത്രമായി എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട സ്ഥലത്താണ് അടക്കിയത്. കഴിഞ്ഞു, ജീവിതം കഴിഞ്ഞു. ഇനി നിങ്ങളുടെ റിയാലിറ്റി മറ്റേതിലേക്ക് പോയി. ഞങ്ങൾക്ക് ജീവിക്കാൻ, ഞങ്ങൾക്ക് പോയി ചോറ് കഴിക്കണ്ടേ, നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി, അതിനപ്പുറത്ത് പോകണ്ടേ. ആ ഒരു റിയാലിറ്റിയിലെത്തി. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ചാർലി കിർക്ക് ഞാൻ മരിച്ചു, അയാൾ പറഞ്ഞുകൊണ്ടിരുന്ന വാദത്തിന് എന്താ അർത്ഥമുള്ളത്? അയാളുടെ ജീവൻ പോയി, അയാൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം പോയി, അയാളുടെ ഭാര്യയ്ക്ക് വേറെ ഭർത്താവിനെ കിട്ടി, മക്കൾക്ക് അച്ഛനെ പോയി. അപ്പോൾ ഈ കൊലപാതകം ചെയ്യുന്ന ആൾക്ക് എന്ത് കിട്ടി? ഒരു കുടുംബം നശിപ്പിച്ചു, മറ്റുള്ളവർ അനാഥരാക്കി. അപ്പോൾ അനാഥത്വം ഈ പറഞ്ഞ ആൾക്കാർ, ഈ ആംനസ്റ്റി ഇൻ്റർനാഷണലും അതേപോലെ തന്നെ റെഡ് ക്രോസൊക്കെ ജനങ്ങളെ, കുട്ടികളെ നിങ്ങൾ സഹായിക്കൂ, ഡൊണേഷൻ എന്ന് പറഞ്ഞെടുക്കും. എന്തിനാണ് ഞാൻ ഡൊണേഷൻ ചെയ്യേണ്ടത്? എന്നെ വിളിക്കാറുണ്ട്, ചില SOS ടീമുകളൊക്കെ വിളിക്കാറുണ്ട്. ഞങ്ങൾ അഭയാർത്ഥികളെ എന്ന് വെച്ചാൽ വൃദ്ധരായ അമ്മമാരെ നോക്കുന്നുണ്ട്, വൃദ്ധസാധനങ്ങളെ നോക്കുന്നുണ്ട്, കുട്ടികളെ നോക്കുന്നുണ്ട്, അനാഥരെ നോക്കുന്നുണ്ട്, അവരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ അതിന് ഡൊണേഷൻ ചെയ്യണമെന്ന് പറയും. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ചോദിക്കുന്നത്, ഞാൻ കൊടുക്കാറില്ല. എന്ന് വെച്ചാൽ ഞാൻ കൊടുക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ അനാഥരാക്കുന്നു, നിങ്ങൾ കുട്ടികളുടെ അച്ഛനമ്മമാരെ നിങ്ങൾ കൊല്ലുന്നു, എന്നിട്ട് നിങ്ങൾ അങ്ങനെയുള്ള അനാഥ മന്ദിരങ്ങൾ നിങ്ങൾ പണിയുന്നു, അതിലേക്ക് നിങ്ങൾ ജോലിക്കാരെ വെക്കുന്നു. ജോലിക്കാർ ശമ്പളം കൊടുക്കാതിരിക്കത്തില്ല, ശമ്പളം കൊടുക്കാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ പറയുന്നു നിങ്ങൾ കരുണ ചെയ്യൂ, നിങ്ങൾ ഡൊണേഷൻ ചെയ്യൂ. എന്നാൽ അവരാണ് ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെ പറഞ്ഞ ഓർഫൻസ് ആക്കുന്നത്. ഇസ്രായേലിൻ്റെ അവസ്ഥ, പലസ്തീനിലെ അവസ്ഥയൊക്കെ കുട്ടികളെ കൊല്ലുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. ഇവിടെ ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെടുത്തി പോയാൽ, അതായത് വൃദ്ധസദനങ്ങളിലേക്ക് തള്ളുന്നവരെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഒറ്റപ്പെട്ട് പോയവരെ ഈ വൃദ്ധസദനങ്ങളൊന്നും മുസ്ലിംകളില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. എനിക്കൊന്ന് മലപ്പുറമാണ് ഇല്ല എന്ന് പറയുന്നത്, വൃദ്ധസദനങ്ങളില്ലാത്ത സ്ഥലം മലപ്പുറമാണെന്ന് തോന്നുന്നു. എൻ്റെ ചോദ്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ട് വിട്ടവരുണ്ടല്ലോ, ഇപ്പോൾ ഫാദറിനെ മദറിനെ നോക്കാൻ പറ്റൂല, അപ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ടല്ലേ അങ്ങനെ സെൻറ്റേഴ്സ് ഉണ്ടാവുന്നത്? അതാണ് ഞാൻ പറഞ്ഞില്ല, സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കലാണ്. ഇപ്പം ചേർത്ത് പിടിക്കാൻ ആരില്ല. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കരുണ ചെയ്യുന്നില്ല ഭൂമിയിലുള്ളവരോട്, അതുകൊണ്ട് നിങ്ങളോട് ഞാൻ കരുണ ചെയ്യുന്നില്ല. എന്തിന് ഞാൻ ചെയ്യണം? നിങ്ങൾക്ക് നിങ്ങളുടെ അയലത്ത്, ഞാൻ പറഞ്ഞില്ലേ, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ 40 വീട് നിങ്ങളുടെ അയൽക്കാരാണ് ചുറ്റുമുള്ള, എന്ന് പറഞ്ഞാൽ 140-160 വീടുകൾ നിങ്ങളുടെ അയൽക്കാരാണ്. ആ അയൽക്കാരെ നിങ്ങൾ നല്ലതുപോലെ അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ നോക്കിയിട്ട് വേണം നിങ്ങൾ കഴിക്കാൻ. ഇപ്പോഴത്തെ കാലത്ത് വാതകമല്ല, എന്നാലും വാതകമാകുന്ന സ്ഥലങ്ങളുണ്ട് ആഫ്രിക്കയിലില്ലേ. ഇപ്പോൾ നിങ്ങൾ മാത്രമാണ് 3 നേരം ഭക്ഷണം കഴിക്കുന്നത്, എത്രയോ പേര് പട്ടിണി കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ആ ഒരു ഫിലോസഫി പറഞ്ഞ് ഇസ്ലാമിന് നിങ്ങൾക്കാർക്കും ഇപ്പോഴും പറയുന്നത് തീവ്രവാദ മതം എന്നാണ് പറയുന്നത്. പലിശയായിട്ട് ബന്ധപ്പെടാത്ത ഒരേ ഒരു മതം ഇസ്ലാം മതമാണ്. ആൽക്കഹോളുമായിട്ട് ബന്ധപ്പെട്ട്, ഈ പറഞ്ഞ വൃദ്ധസദനങ്ങൾ ബന്ധപ്പെട്ട്, ഉമ്മമാരെ നമ്മൾ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പറയുന്നത് പോലെ പറയുന്ന ഏത് മതമുണ്ട്? അതിൻ്റെ പേരിൽ നിങ്ങളുടെ ഉമ്മ പുറത്തു പോയാൽ നിങ്ങളുടെ സ്വർഗം പോയി എന്നാണ് അർത്ഥം. അപ്പം വൃദ്ധസദനങ്ങളിൽ നമ്മൾ എങ്ങനെ കൊണ്ടുവിടുന്നത്? നമ്മളങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കളയത്തില്ലല്ലോ. ഒരു ഇച്ചിരി ഒരു നേരത്തെ ഫുഡ് കൊടുത്താൽ മതിയായിരിക്കും, അവിടെ കിടത്തണമെന്ന് ചോദിച്ചോ. നമ്മൾ അതിൻ്റെ പേരിലെങ്കിലും ചിലപ്പോൾ കരുണ കിട്ടിയാലോ എന്ന് വെച്ചിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ പോലെ SOS സെൻറ്റേഴ്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞ ബേബി സിറ്റിംഗ് ഒരു സംസ്കാരമാണ്, അമേരിക്കൻ വെസ്റ്റേൺ സംസ്കാരമാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞത്, എൻ്റെ മോളിപ്പം 2.5 വയസ്സായി, എല്ലാവരും ചോദിക്കുന്നത് കിൻഡർഗാർട്ടനിലാക്കിയെന്ന് ചോദിക്കും. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ആലോചിക്കും, ഞാൻ വീട്ടിലുണ്ട്, വൈഫ് വീട്ടിലുണ്ട്, എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കളിപ്പിക്കുന്നതിന് കുഴപ്പമില്ല, എൻ്റെ കൂടെ വന്നിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ബുദ്ധിമുട്ടിയൊന്നുമില്ല. ഞാൻ എന്തിനാണ് പിന്നെ കിൻഡർഗാർട്ടനിലേക്ക് വിടേണ്ട കാര്യം എന്താ? ആൾക്കാർ പറഞ്ഞാൽ കിൻഡർഗാർട്ടനിൽ വിടണം, അതാണ് യൂറോപ്പിലേക്കൊന്നുമില്ലേ, കിൻഡർഗാർട്ടനിലേക്ക് പോകണം, 2.5 വയസ്സായില്ലേ. എനിക്ക് എൻ്റെ മോളെ നോക്കാൻ എനിക്കറിയാം,
എനിക്ക് വേറെ ആളെ ആവശ്യമില്ല, ബേബി സെറ്റ് ചെയ്യാൻ ഒരാളെ ആവശ്യമില്ല. ഈ പറഞ്ഞ സാധനം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോലിയുള്ള ആൾക്കാർ, ഭർത്താവിനും ഭാര്യയ്ക്കും ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടിയെ നോക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആളെ ഏൽപ്പിക്കാം. അത് വുമൻ ലിബറേഷൻ്റെ ഭാഗമാണ്. അത് ഫണ്ട് ചെയ്തത് റോക്കഫെല്ലർ എന്ന് പറഞ്ഞ ഫാമിലിയാണ്. എന്തിൻ്റെ പേരിലാണ് ചെയ്തത്? അമേരിക്കയുടെ ഹാഫ് ഓഫ് ദി പോപ്പുലേഷൻ വുമൻസായി, എന്നാൽ അവിടുന്ന് ടാക്സ് കിട്ടുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? അമേരിക്കൻ ഡെറ്റ് കൂട്ടി. അമേരിക്കൻ കടം എന്ന് പറയുന്ന സാധനം, ഞാൻ എക്കണോമിക്സ് ആണ് പറയുന്നത്, എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയത്തില്ല, എന്നാലും ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞത് അമേരിക്കൻ ഡെറ്റ് കൂട്ടി. അമേരിക്കൻ ഡെറ്റ് കൂട്ടാന്ന് പറഞ്ഞാൽ ഫിയറ്റ് കറൻസിയാണ്. അവർ പറയാണ് അമേരിക്കൻ സിസ്റ്റത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കറൻസിയെ വിശ്വസിക്കണം. നേരത്തെ ഗോൾഡ് സ്റ്റാൻഡേർഡൊക്കെ നിക്സൺ കഴിഞ്ഞു. നിക്സൺ എന്തോ ഒരു പറയുന്നത്, നിക്സൺ കാറ്റോ എന്താ പറയുന്നുണ്ട്. പെട്ടെന്ന് 1971 പറഞ്ഞു ഗോൾഡ് കറൻസി അല്ല, ഞങ്ങൾ ഫിയറ്റ് കറൻസിയാണെന്ന് പറഞ്ഞു. അപ്പം അമേരിക്ക അന്ന് കടം വാങ്ങിക്കാൻ തുടങ്ങി, ഡോളർ ഇങ്ങനെ അടിച്ചിറക്കാൻ തുടങ്ങി, അതിനുശേഷം കടം ഇറങ്ങാൻ തുടങ്ങി. അമേരിക്കൻ കടം തിരിച്ചടക്കണ്ട, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എന്നാൽ ആഫ്രിക്കൻ കടവും ഇന്ത്യൻ അതൊക്കെ തിരിച്ചടക്കണം, കാരണം ഡോളറിലുള്ളതാണ്. എന്നാൽ അമേരിക്ക ഡോളർ കടം വരുമ്പോൾ ഇങ്ങനെ അടിച്ചിറക്കും, അതിനുശേഷം ബാക്കിയുള്ളവർക്ക് കൊടുക്കും, അവർ ദൂർത്തടിക്കും, യുദ്ധങ്ങൾക്ക് സ്പെൻഡ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. മിലിറ്ററി ഓപ്പറേഷനാണ് കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുന്നത്, അപ്പം ആ കട ആരാണ് വീട്ടേണ്ടത്? ആസ് എ സിറ്റിസൺ ഞാനാണ് വീട്ടേണ്ടത്, കാരണം എനിക്ക് നാളെ ടാക്സ് കൂടുവാണ്. അപ്പോൾ അങ്ങനെ കൂടുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പറ്റില്ല, എൻ്റെ ഭാര്യയും കൂടെ വർക്ക് ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞ സിറ്റുവേഷനായി. അപ്പോൾ എന്തായി? 2 ടാക്സായി, ഭാര്യയ്ക്കുമുണ്ട് ഭർത്താവിനുമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഭാര്യയെ പുറത്തിറക്കാൻ വേണ്ടി ചെയ്ത പരിപാടി വുമൻ ലിബറേഷൻ. സ്ത്രീകൾ പറഞ്ഞു ഞങ്ങൾക്കും തൊഴിൽ വേണം, ഞങ്ങൾക്കും ഫ്രീഡം വേണം എന്ന് പറഞ്ഞിട്ട് അവർ ഒരു മൂവ്മെൻറ്റ് നടത്തി. അങ്ങനെ എന്ത് ചെയ്തു? തൊഴിലിന് വേണ്ടി അവരിറങ്ങിപ്പോയി, കുട്ടി അനാഥരായി. അങ്ങനെ വന്നപ്പോൾ വന്നു ഈ പറഞ്ഞ കിൻഡർ ഗാർഡൻ സിസ്റ്റം വന്നു, ബേബി സിറ്റിംഗ് വന്നു. അപ്പോൾ അവർക്കും ശമ്പളമായി. അപ്പോൾ എത്ര പേരുന്ന് ടാക്സ് ഉണ്ടായത്? ഭർത്താവ്, ഭാര്യ, ബേബി സിറ്റർ, അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്, എത്ര ടാക്സ് പിരിക്കാൻ പറ്റുന്ന സാധനമായി. അത് മാത്രമല്ല, റോക്കഫെല്ലർ ഫാമിലി പൈസ അല്ലല്ലോ നോക്കുന്നത്, അവരൊക്കെ ഭയങ്കര കോടീശ്വരന്മാരാണ്. ലോകത്തിൻ്റെ 4%, ഇന്ത്യയുടെ GDP-യുടെ 4% ഉണ്ട് ഈ പറഞ്ഞ റോത്ത്സ്ചൈൽഡ് ഫാമിലിയുടെ കയ്യിൽ. എത്ര കോടിയായി നോക്ക്. അവർക്ക് ആ പൈസയുടെ ആവശ്യമില്ല. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? അതാണ് മാനിപ്പുലേഷൻ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടി വളരേണ്ടത് അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ അല്ല, ബേബി സിറ്റ് ചെയ്യുന്ന അവരാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും. അവർ പറയുന്നതാണ് ഇനി നിയമം. നിങ്ങൾ അവരെ സ്നേഹിക്കുക, അച്ഛനും അമ്മയും പണിക്ക് പോട്ടെ. അതാണ് വേണ്ടത്. എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടത് ഇവർ ഫീഡ് ചെയ്യുന്ന ഡാർവിനിസം, ഇവരെന്താണോ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നത് അതേ പഠിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഡാർവിൻ തിയറിയൊക്കെ നമ്മൾ സ്കൂളിലാണ് പഠിക്കുന്നത്. അത് ആരുടെ നിർബന്ധമാണ്? ഡാർവിൻ്റെ നിർബന്ധം. ഡാർവിൻ പോലും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ അയാൾക്ക് കിട്ടുമെന്ന്. ഡാർവിനിസം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുമെന്ന് അയാൾ വിചാരിച്ചില്ല. അയാളൊരു കണ്ടുപിടുത്തം നടത്തി, അയാളൊരു അസംഷൻ ഇട്ടു, അയാൾ തിയറിയാക്കി എഴുതി. പിന്നീട് വന്നത് ആൾക്കാർ എടുക്കുകയാണ്, ഡാർവിനിസമാണ് ശരി. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവമില്ല എന്ന് പ്രൂവ് ചെയ്യലാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ അതാരുടെ പിന്നെ ഷെയ്ത്താൻ്റെ പണിയാണ്, എയ്ത്തിസമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈവിൾ തരും. നിങ്ങളുണ്ടാക്കിയത് പ്രകൃതിയാണ്, ദൈവമല്ല. പ്രകൃതി ഭയങ്കര സംഭവമാണ്, പക്ഷേ പ്രകൃതിയെ ഉണ്ടാക്കിയ ദൈവം സംഭവമല്ല. നിങ്ങളുടെ മനുഷ്യനുണ്ടാക്കിയ ഈ പറഞ്ഞ ഇത്രയും വലിയൊരു എഞ്ചിനീയറിംഗ് ഉണ്ടാക്കി വെച്ച മനുഷ്യനെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു. എന്നാൽ നമ്മളെ ബ്രെയിൻ്റെ ഇൻ്റലിജൻസ്, ഞാനിപ്പോൾ ഈ കൈ ഉയർത്തിയത് എൻ്റെ ബ്രെയിൻ പറഞ്ഞിട്ടാണ്, ഞാൻ ഈ സംസാരിക്കുന്നത് ബ്രെയിൻ പറഞ്ഞിട്ടാണ്. നിങ്ങളുടെ ബ്രെയിൻ സിഗ്നൽ കട്ടായി കഴിഞ്ഞാൽ ഞാൻ സ്റ്റക്കായി മരിച്ചു, എൻ്റെ കൈ അനങ്ങുന്നുണ്ട്, അതെന്ന് പറഞ്ഞില്ല, എൻ്റെ സിഗ്നൽ പാസിങ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കൺട്രോൾ മുഴുവൻ പോയി. ഈ കൺട്രോൾ ഇരിക്കുന്ന ഇത്രയും ഉണ്ടാക്കിയ ഒരാൾ, അതും നെർവസ് സിസ്റ്റത്തിലൂടെ നിങ്ങളെ ഒരു ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ എനർജി റീചാർജ് ചെയ്യുമെങ്കിൽ അതുണ്ടാക്കിയെടുത്ത ആളല്ലേ ഏറ്റവും വലിയ എഞ്ചിനീയർ. അതിനെക്കുറിച്ച് പറയരുത്, അത് നിങ്ങൾ ബ്ലാസ്ഫമി ചെയ്യരുത്. ബ്ലാസ്ഫമിയാണ് ആൾക്കാർക്ക് വേണ്ടത്. കാരണം ദൈവമില്ല, ഞങ്ങളത് അംഗീകരിക്കത്തില്ല, ഞങ്ങളെ ഉണ്ടാക്കിയത് പ്രകൃതിയാണ്. ബാക്കി അതിൻ്റെ പുറത്തൊന്നും ചോദിക്കരുത്, പ്രകൃതി ആരുണ്ടാക്കിയെന്ന് ചോദിക്കരുത്. പ്രകൃതി ഞങ്ങളുടെ ദൈവമാണ്, അത് സൂര്യൻ ഞങ്ങളുടേതാണ്, മറ്റേതെങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ആരാധിക്കണം. അതിൻ്റെ പുറകെ പോകാതാണ് ഇസ്ലാം. അതുകൊണ്ട് ഇസ്ലാമിനോട് വെറുപ്പാണ്. ഇസ്ലാം ഗെയിമിങ്ങിനെതിരാണ്. ഇസ്ലാം പോണോഗ്രഫിക്കെതിരാണ്. പോണോഗ്രഫി ഉണ്ടാക്കുന്ന ജൂതനാണ്. ബെർലിൻ്റെ കഥയുണ്ട്. ബെർലിൻ 1919, അതായത് വെയ്മർ റിപ്പബ്ലിക്, വെയ്മർ എറ ഉണ്ട്. ആ സമയം എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോഴത്തെ ലോസ് ആഞ്ചലസ് എങ്ങനെയാണോ അതാണ് പണ്ടത്തെ ബെർലിൻ. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഹിറ്റ്ലർ ഒരു വില്ലനാണോ നായകനാണോ? ഇതൊക്കെ ചോദിക്കുമ്പോൾ കോൺട്രവേഴ്സ്യൽ ആവേണ്ട സാധനമാണ്. ഞാൻ ഹിറ്റ്ലറിനെ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഹിറ്റ്ലറിനെ കുറിച്ച് എഴുതണമെന്ന്. പക്ഷേ ഇനി ഒരിക്കലും ഞാൻ ഔഷ്വിറ്റ്സിലേക്ക് പോവില്ല എന്ന് തീരുമാനിച്ചു, നിർബന്ധമായിട്ട് ഞാൻ തീരുമാനിച്ചു. ഔഷ്വിറ്റ്സ് ഒരു പ്രൊപ്പഗണ്ടയാണ്. ഹിറ്റ്ലർ അല്ല ഫാസിസം കൊണ്ടുവന്നത്. പക്ഷേ ഫാസിസം എന്ന് പറയുമ്പോൾ നിങ്ങളെന്തിനാണ് ഹിറ്റ്ലറിനെ ഓർക്കുന്നത്? മുസോളിനിയല്ലേ ഓർക്കേണ്ടത്? നാസിസം അല്ലേ പറഞ്ഞ ഹിറ്റ്ലറിൻ്റെ ഭാഗമുള്ളത്? പിന്നെ ഹിറ്റ്ലർ നിങ്ങളെന്തിനും മുസോളിനി എവിടെ പോയിടേ? മുസോളിനിയല്ലേ ആദ്യമായിട്ട് ഫാസിസം കൊണ്ടുവന്നത്. ഹിറ്റ്ലറിനെ മുസോളിനിയെ പഠിച്ചിട്ടാണ് ഇതുണ്ടാക്കിയത് ഹിറ്റ്ലർ. അതേപോലെ കോങ്കോയിൽ ജനോസൈഡ് നടത്തിയ ബെൽജിയം രാജാവ് ലിയോപാർഡ് ഏറ്റവും വലിയ ജനോസൈഡാണ്. ഹിറ്റ്ലർ കൊന്നതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ കൊന്നെന്ന് പറയുന്നത്.
ഇപ്പം അതും ഇസ്രായേൽ കടന്നു, അത് ക്രോസ് ചെയ്തു. ലിയോപാർഡ് സെക്കൻഡ് വന്നത്. അയാൾ കോങ്കോയിൽ കൊന്നു, ആഫ്രിക്കൻസിനെ കൊന്നു. എന്തിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ റിസോഴ്സ് അടിച്ചു മാറ്റാൻ വേണ്ടി. എന്ന് വെച്ചാൽ അവർക്ക് സേവനം ചെയ്യാമെന്ന് പറഞ്ഞാൽ പോയത്, എന്നിട്ട് അവിടെ അടിച്ചു മാറ്റി കൊണ്ടുവന്നു. അയാൾ ഓർക്കുന്നില്ല. നെസ്ലെ കമ്പനി, ജർമ്മൻ ബ്രാൻഡ് നെസ്ലെ ആഫ്രിക്കയിൽ പോയി മുലപ്പാലിനേക്കാളും ഏറ്റവും നല്ല ഞങ്ങളുടെ പൊടിയാണെന്ന് പറഞ്ഞു. ഏതെങ്കിലും മനുഷ്യൻ ചെയ്യുന്ന പരിപാടിയാണോ? എന്നിട്ട് അവർക്ക് റേഷൻ പോലെ കൊടുത്തു, കുട്ടികൾക്ക് ഇത് കൊടുത്തോ, നിങ്ങളുടെ മുലപ്പാൽ വറ്റുന്നവരെ കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് മുലപ്പാൽ കൊടുക്കുന്ന അത് റേറ്റ് കട്ട് ചെയ്യും, പിന്നെ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു നേഴ്സുമാരെ അവരുടെ യൂണിഫോം ഇട്ട്, അതായത് സെയിൽസ് പേഴ്സണെ നേഴ്സിൻ്റെ യൂണിഫോം ഇട്ടുകൊണ്ട് അവരുടെ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പം ഡോക്ടർ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും, നിങ്ങൾക്ക് വിക്സ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാം, പക്ഷേ പുറത്തുനിന്ന് വാങ്ങിക്കത്തില്ല. വിക്സ് ഗുളിക നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിക്കും, പക്ഷേ പുറത്തുനിന്ന് വാങ്ങിക്കില്ല. എന്ന് വെച്ചാൽ മെഡിക്കൽ സ്റ്റോറിൽ എന്ത് വിൽക്കുന്നോ അത് നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻ നല്ലതാണ്. അതാണ് ആ ഇക്വേഷൻ. എന്നതുപോലെ നേഴ്സുമാർ എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്താ പേടിക്കാനുള്ളത്, മുലപ്പാൽ വേണ്ട, കുട്ടികൾക്ക് ഇത് മതി, ഇതാണ് ന്യൂട്രീഷ്യസ് ആണ് സാധനം. അയാൾ കൊന്ന എത്ര കുട്ടികളെന്നറിയോ? അതാർക്കും കണക്ക് പറയാം. അത് യൂറോപ്യനല്ലേ, അത് അയാൾ കൊലപാതകയല്ലേ, അയാൾ തീവ്രവാദിയല്ലേ, അതാർക്കും പറയണ്ട. അപ്പം ഈ പറഞ്ഞ പോലെ ആൾക്കാരെ ഞാൻ എന്ത് പറഞ്ഞു വന്നപ്പോൾ ഇങ്ങോട്ട് പോയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഫാസിസം. ആ ഹിറ്റ്ലറിനെ ഞാൻ ഓർക്കണ്ട, അത് ഞാൻ മുസോളിനി ഓർക്കണ്ട, ഈ പറഞ്ഞ കാലം ആരും ഓർക്കണ്ട. പക്ഷേ ഹിറ്റ്ലറിനെ നിങ്ങൾ ഓർത്തിരിക്കണം, ഹിറ്റ്ലറിനെ പഠിക്കണം. കാരണം എന്താണ്, അപ്പുറത്ത് ജൂതനാണ്. ജൂതൻ്റെ 6 മില്യൺ ഫിഗർ ഉണ്ട്. എപ്പോൾ ഏത് വർഷം ഓരോ വർഷം കഴിയുമ്പോഴും പറയും 6 മില്യൺ ചത്തു, 6 മില്യൺ കൊന്നു, 6 മില്യൺ ജൂതന്മാരെ കൊന്നു. 6 മില്യൺ ഇവരുടെ കണ്ണയാണ്. അത് മെയ്ഡപ്പ് സ്റ്റോറി. എത്ര പേര് കൊന്നു പോലും കൃത്യമായിട്ട് കണക്കൊന്നുമില്ല. ഇവർ പറയും 6 മില്യൺ ഉണ്ട്, 6 മില്യൺ. ഞങ്ങൾ 6 മില്യനകത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുക, അത് മാറ്റത്തില്ല. അതിനകത്ത് കൂടുതലും കുറവായാലും ഞങ്ങൾക്ക് 6 മില്യൺ മതി, അതാണ് അവരുടെ കണക്ക്. കാരണം 1919 വെയ്മർ റിപ്പബ്ലിക് വന്നപ്പോൾ ഇന്നത്തെ ലാസ് വേഗസ് പോലെ അന്നത്തെ ബെർലിൻ മാറി. പോണോഗ്രാഫി, ആദ്യത്തെ സെക്സോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യമായിട്ടുണ്ടാക്കുന്നത് ഈ പറഞ്ഞ ബെർലിനിലാണ്. ഓക്കെ, അതേപോലെ ഏറ്റവും പോണോഗ്രാഫിക്ക് ഏറ്റവും പേര് കേട്ട സ്ഥലം ഇതാണ്. LGBTQ ആദ്യമായ ട്രാൻസ്ജെൻഡർ ഓപ്പറേഷൻ നടത്തിയ ആൾ ഹെൽഫോർഡോ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു, അദ്ദേഹം ജൂതനാണ്. അയാളുടെ പുസ്തകങ്ങൾ ഇതേ LGBT ആയിട്ട് ബന്ധപ്പെട്ട, അത് LGBT ഒന്നും നമ്മൾ പറഞ്ഞില്ല, ഇപ്പോഴത്തെ കാലഘട്ടമൊന്നുമല്ല, എല്ലാം ജൂതം കൊണ്ടുവന്നാണ്. പലിശ, യൂസറി, ഇപ്പോൾ ക്രിസ്ത്യാനികൾ പോലും ചെയ്യാത്ത സാധനമാണ് യൂസറി. അത് ചെയ്യാത്തതിൻ്റെ പേരിൽ ജൂതൻ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പലിശയ്ക്ക് തരാം. അവർ പണക്കാരായി. റോസ്ചൈൽഡ് ഫാമിലി വന്നത് 17th സെഞ്ച്വറി, അവരാണ് അങ്ങനെ വന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് പണം കുന്നുകൂടാൻ തുടങ്ങി. റോസ്ചൈൽഡ് ഫാമിലിയുടെ അവർ പലിശയാണ്. അവരുടെ മക്കളെ 4 സിറ്റി, ഫ്രാൻസിൽ, ലണ്ടനിലേക്കൊക്കെ വിട്ട്, ഓസ്ട്രേലിയയിലേക്ക് വിട്ട് അവിടുത്തെ ബിസിനസ് വളർത്തി അതിങ്ങനെ പൈസ കൂമ്പാരമായിട്ട് വന്നു പറഞ്ഞു. അതിനുശേഷം ഇത്രയും പ്രശ്നങ്ങളുള്ള സ്ഥലത്തേക്കാണ് അപ്പം ഇത് പലിശ കൊടുത്ത് ഈ ജർമ്മൻകാരും മുടിഞ്ഞു. അവർ വീട്ടിലിപ്പം പണിയില്ല, ജോലിയില്ല, എല്ലാവരും കഷ്ടപ്പാടാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഹിറ്റ്ലർ വരുന്ന ആ സമയത്താണ് 1933 ആദ്യം ചെയ്തത് ഈ പറഞ്ഞ സെക്സോളജിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പുസ്തകങ്ങൾ മുഴുവൻ കത്തിച്ച് കളയുക എന്നുള്ളതാണ്. അയാൾ എഴുതിയ എല്ലാ പ്രബന്ധങ്ങളും കത്തിച്ചു. അതാണ് തുടക്കം. അതിനുശേഷം യൂസറി നിരോധിച്ചു. ജൂതനടി കിട്ടി, ആദ്യമായിട്ട് കിട്ടുന്ന അടി അവിടുന്ന്. എല്ലായിടത്തും ആൻറ്റിസെമിറ്റിസം ഉണ്ട്. ആൻറ്റിസെമിറ്റിസം എന്ന് പറഞ്ഞ സാധനം ഇന്നൊന്നും തുടങ്ങിയതല്ല, എല്ലാം 14th സെഞ്ച്വറി മുതൽ റഷ്യയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയാണ്. അവിടെ എല്ലാം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു റഷ്യയുടെ ഒരു ഇപ്പോഴും പറയുന്നത് കോൺസ്പിറസി ബുക്ക് എന്നാണ് പറയുന്നത്. അതായത് ദ പ്രോട്ടോകോൾസ് ഓഫ് ദി പ്രയോറി ഓഫ് സയൻ, ദ പ്രോട്ടോകോൾസ് ഓഫ് ദി സൺ ഓഫ് സയൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അവർ പറഞ്ഞ പ്രോട്ടോകോളാണ്, നിങ്ങളത് വായിക്കരുത്, നിങ്ങൾ ആൻറ്റിസെമിറ്റിക് ആവരുത് എന്ന് പറയും ChatGPT. കാരണം അത്രയും ഇത് ഇങ്ങനെ ആക്കി വെച്ചേക്കുക. ആൻറ്റിസെമിറ്റിസം എന്താ വലിയ പ്രശ്നമാണെന്ന് വെച്ചാൽ, ആൻറ്റിസെമിറ്റിസം എന്താണെന്ന് വെച്ചാൽ സെമിറ്റിക് മതങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇസ്ലാമും എല്ലാം സെമിറ്റിക് മതങ്ങളാണ്. എല്ലാവരും സംസാരിക്കുന്ന ഒരേ മതങ്ങളുടെ രീതിയാണ്. ആൻറ്റിസെമിറ്റിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ജൂതൻ ജീസസിനെ കൊന്നതിൻ്റെ ഒരു പകയാണ്. അതാണ് ഈ യൂറോപ്പിൽ എന്തുകൊണ്ട് ആൻറ്റിസെമിറ്റിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് യൂറോപ്പിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ജീസസിനെ കൊന്നതിൻ്റെ ഒരു പ്രതികാരമുണ്ട്. രണ്ടാമത്തെ കേസ് അതിന് സയൻ ആ ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, ജൂതൻ എപ്പോഴും അധികാരം ആഗ്രഹിക്കുന്നവനാണ്. അവൻ അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവനാവണം എക്സ്ട്രീം പവർ, അവനാവണം അവിടുത്തെ സെൻട്രൽ ബാങ്ക്, അവനാവണം ഇവിടുത്തെ പലിശക്കാരൻ. പോണോഗ്രാഫി അവർക്ക് ഇഷ്ടമാണ്. ഇതുകൊണ്ടാണ് ലോകത്ത് മുഴുവൻ ആൻറ്റിസെമിറ്റിസം ഉണ്ടായിരുന്നത്. ലോകത്ത് മുഴുവൻ അടിച്ചോടിച്ചു. അത് ചോദിക്കുമ്പോൾ മതമായിട്ടും എങ്ങനെ ബന്ധപ്പെടുന്നത്? ഇതൊക്കെ രാജ്യങ്ങളുടെ പ്രശ്നമാണ്. അപ്പോൾ രാജ്യത്ത് ഒരാളിങ്ങനെ അംഗീകരിക്കുമോ, നിങ്ങൾ ഞങ്ങളുടെ രാജ്യം നശിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഓടി വന്ന് അവസാനം ജർമ്മനിയിലെത്തിയപ്പോൾ ജർമ്മനി പറഞ്ഞ പോലെ ഹിറ്റ്ലറിന് ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടില്ല. അയാൾ എന്ത് ചെയ്തു, ജൂതന്മാരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ദ ഫൈനൽ സൊല്യൂഷൻ.
എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾ ഹിറ്റ്ലറിനെ എന്തുകൊണ്ട് ഓർക്കണമെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ജൂതൻ മരിച്ചതിനെക്കുറിച്ച് ഓർക്കണമെന്ന് പറഞ്ഞത്. ഞങ്ങൾ ആൻറ്റിസെമിറ്റിസത്തിൻ്റെ നിങ്ങൾ കാണുന്നില്ലേ, ഹോളോകോസ്റ്റ് കണ്ടില്ലേ, ഞങ്ങൾ ഇനിയും വിഷമിപ്പിക്കരുത്, ഹോളോകോസ്റ്റ് ഡേ ഉണ്ട്. ഏത് ഈ ജനോസൈഡൊക്കെ നടക്കുന്ന സമയത്ത് ഹോളോകോസ്റ്റ് ഡേ ഉണ്ട്. അവർ പറഞ്ഞാൽ ഇനി ഒരു ഹോളോകോസ്റ്റ് ഉണ്ടാവരുത്. അപ്പുറത്ത് നടക്കുന്നത് എന്താ പറയുമ്പോൾ രണ്ട് വർത്താനം പറയരുത്. ഏത് അപ്പോൾ പറയും നിങ്ങൾ ഓർക്കുന്നതിനാ ജൂതൻ, നിങ്ങൾ ഹിറ്റ്ലറിനെ ഓർക്കുന്നത്, നാസികളെ ഓർക്കുന്നില്ല, നാസികളെ സപ്പോർട്ട് ചെയ്തത്. അപ്പുറത്ത് ആൻറ്റിസെമിറ്റ് ഇത്രയും ജൂതന്മാരെ കൊന്നൊടുക്കിയ സംഭവങ്ങൾ കണ്ടില്ലേ, നിങ്ങളത് അതെന്തിനും ഓർത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ മരിച്ച ആൾക്കാർ എത്ര പേരുണ്ട്, സ്വന്തം രാജ്യക്കാരിലെ കമ്മ്യൂണിസ്റ്റുകളില്ലേ, അപ്പോൾ അവരൊന്നും മനുഷ്യന്മാരല്ലേ. നിങ്ങളെന്തിന് ഇത് നിങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെന്തിനാണ് ഈ പറഞ്ഞ വിക്ടിം കാർഡ് എടുക്കുന്നത്. ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു, ഞങ്ങൾ ലോകം മുഴുവൻ ഓടിക്കുന്നു, പക്ഷേ ഓടിച്ചതിൻ്റെ കാരണം പറ, അതുകൂടെ പറഞ്ഞിട്ട് പോവാം. അപ്പം അങ്ങനെയാണ് ഈ പറഞ്ഞ ഹിറ്റ്ലറിനെ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹിറ്റ്ലറിൻ്റെ ചരിത്രം മാത്രമല്ല, ഒരുപാട് ചരിത്രം പഠിക്കണം. ബെൽജിയത്തിൻ്റെ ചരിത്രം പഠിക്കണം, ലണ്ടൻ UK ബ്രിട്ടൻ്റെ ചരിത്രം പഠിക്കണം, അമേരിക്കയുടെ ചരിത്രം പഠിക്കണം. അമേരിക്ക വിയറ്റ്നാം വാർ ഉണ്ടാക്കി, അങ്ങനെ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് 9 വർഷം കഴിഞ്ഞിട്ടാണ് അവർ യുദ്ധത്തിന് പോയത്. കമ്മ്യൂണിസം വിയറ്റ്നാമിൻ്റെ ഒരു വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് രാജ്യമാകുമെന്ന് തോന്നിയപ്പോൾ അവർക്ക് പേടി തോന്നി. മറ്റേ സൈഡ് അമേരിക്കൻ സൈഡായിരുന്നു. ഇവരെന്ത് ചെയ്തു, രാജ്യങ്ങൾ ഡിവൈഡ് ചെയ്തു. 45-ന്റെ മുന്നേ അവർ നോർത്ത് വിയറ്റ്നാമും സൗത്ത് വിയറ്റ്നാമും പിടിച്ചെടുത്തു, നോർത്ത് പിടിച്ചെടുത്തു. മറ്റേ ഭാഗം കമ്മ്യൂണിസം ആയപ്പോൾ ഇവർക്ക് പേടി തോന്നി, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ എല്ലായിടത്തും പടർന്നാലോ എന്ന് പേടിച്ചിട്ട് ഇവരെന്ത് ചെയ്തു, അറ്റാക്കിന് പോയി. എന്ത് വലിയ ചതിയാണെന്നറിയോ, വിയറ്റ്നാമിൽ കൊന്നു. അമേരിക്കൻ പട്ടാളക്കാർ സഹിച്ചു, നരകനാഥനെ വലിച്ച് അവരുടെ കാലും കൈയൊക്കെ പോയി. എന്ന് വെച്ചാൽ തോറ്റൊരു യുദ്ധമാണ് വിയറ്റ്നാം. അതിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, കെൽസിംഗർ അങ്ങനെ പ്രസിഡന്റ്, അയാൾ പറഞ്ഞത് നുണകൾ ഇറക്കി വെച്ചു, ഞങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൂപ്സിനെ ഇറക്കൂ എന്ന് ഇറക്കിക്കൊണ്ടിരുന്നത്. അത് ദ പോസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അതിൻ്റെ സത്യം വിളിച്ച് പറഞ്ഞൊരു പോസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്, ന്യൂസ് പേപ്പറാണ്, അതിൻ്റെ സിനിമയുണ്ട്, ടോം ഹാങ്ക്സ് ഒക്കെ അഭിനയിച്ച. അപ്പോൾ അതിൽ പറയുന്നതും ഈ പറഞ്ഞ വിയറ്റ്നാം വാറിൻ്റെയാണ്. നിങ്ങൾ അമേരിക്കൻ ജനത സത്യം അറിയണം, കാരണം നിങ്ങൾ വിജയിക്കുകയല്ല, തോറ്റുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അവിടെ കൊല്ലുകയാണ്. എന്നുവെച്ചാൽ അവിടെ ട്രാപ്പുകളായിരുന്നല്ലോ, അതൊന്നും ഒരിക്കലും പറഞ്ഞ യുദ്ധത്തിലുള്ളതൊന്നുമല്ല. അവരെല്ലാം പറഞ്ഞ നുറുക്കുടികൾ, മറ്റേ ഒളിയമ്പുകളായിരുന്നു. വെള്ളം ഒഴിച്ച് കുഴിയിലേക്ക് വെള്ളം ഒഴിക്കാൻ മുങ്ങിച്ചാകുക, പാമ്പിനെ വിട്ട് കടിപ്പിക്കുക. സോൾജേഴ്സിന് അവർക്ക് അവരെ ഫോറസ്റ്റ് നല്ലോണം അറിയാം. പട്ടാളക്കാർ ഇങ്ങോട്ട് വന്നിട്ട് പെട്ടുപോയില്ലേ. ഇപ്പം ജർമ്മൻസ് റഷ്യയിൽ എന്തുകൊണ്ട് കയറിയില്ലെന്ന് വെച്ചാൽ ആ പറഞ്ഞ കാലാവസ്ഥ ഉണ്ടോ, മഞ്ഞ് അവർക്ക് പറ്റില്ല. റഷ്യക്കാർക്ക് കുഴപ്പമില്ല, അവർക്ക് മഞ്ഞത്ത് കുളിക്കുന്ന ആൾക്കാരാണ്, അത് പ്രശ്നമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അമേരിക്ക ഉണ്ടാക്കിയ യുദ്ധമാണ് ലോകത്തിൻ്റെ മുഴുവൻ യുദ്ധവും. അല്ലെങ്കിൽ അമേരിക്ക മറ്റുള്ള താല്പര്യത്തിനുണ്ട്. ഇറാഖിലേക്ക് അമേരിക്ക പോകുന്നതിന് വേണ്ടിയിട്ടാണ്, ഇസ്രായേലിന് വേണ്ടിയിട്ടാണ്. ഇസ്രായേൽ പറയുന്നു കണ്ടോ, സദ്ദാം ഹുസൈൻ മിസൈൽ ഉണ്ടാക്കുന്നു, നിങ്ങൾ പോയി അറ്റാക്ക് ചെയ്യൂ. അത് പറയുമ്പോൾ എന്തിനാണ് അമേരിക്ക അങ്ങോട്ട് പോകുന്നത്? അമേരിക്കയുടെ രാജ്യമാണ് ഇസ്രായേൽ, അമേരിക്കയുടെ അലയായിരിക്കും. പക്ഷേ ഒരു തെളിവുകളില്ലാതെ ഇയാൾ ഇങ്ങോട്ട് പറഞ്ഞൊരു പേപ്പർ ഇതുണ്ടോ, ഇതാണ് മിസൈൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പോയി അറ്റാക്ക് ചെയ്തു, അല്ലെങ്കിൽ ഈ ലോകം പിടിച്ചെടുക്കും. സദ്ദാം ഹുസൈനെ പിടിച്ചു, എന്തെങ്കിലും കിട്ടിയോ? ഇവർ ലോക പോലീസാവുന്ന എന്തിനാണ്? മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കടന്നു കയറി അവിടുത്തെ ഭരണാധികാരിയെ വകവരിക്കാൻ നിങ്ങൾക്ക് അധികാരം ഉണ്ടാകും. മുഅമ്മർ ഗദ്ദാഫി ലിബിയ ഏറ്റവും സമ്പന്ന രാഷ്ട്രമായിരുന്നു, സൗദി പോലെ രാഷ്ട്രമായിരുന്നു. അയാൾ പറഞ്ഞതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂണിയൻ USA വേണമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ആഫ്രിക്കൻ കറൻസിയിലെ ഞങ്ങൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തുള്ളൂ എന്ന് പറഞ്ഞ ആളാണ്. അയാളെ കൊന്നു. അറബ് സ്പ്രിങ്ങിൻ്റെ പേരിൽ സ്വന്തം ജനങ്ങളിലേക്ക് ആയുധം കടത്തിവിട്ട് ആൾക്കാരെ കുറിച്ച് ആളെ കൊല്ലിച്ചു. തോമസ് സാങ്കറ ഇപ്പം വന്ന് ഈ പറഞ്ഞ മറ്റേ ട്രവോറെ ബുർക്കിനോ ഫാസോടെ അതിന് മുമ്പത്തെ, ഇപ്പം അതുകൊണ്ടാണ് സങ്കരയായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത്. അയാളെപ്പോലെ ഇരിക്കും, അയാളെ കൊന്നു എന്ന് വെച്ചാൽ അയാളും പറഞ്ഞത് USA എന്നാണ്. ഇപ്പോഴും കണ്ട അയാൾ ട്രവോറെ ചെയ്യുന്നത് വെച്ചാൽ സ്വന്തം രാജ്യത്ത് പ്രൊഡക്ഷൻ തുടങ്ങി, വേറെ പുറത്ത് ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ സെൽഫ് സസ്റ്റൈനബിൾ ആണ്, വേൾഡ് ബാങ്കിൻ്റെ ഒന്നും വാങ്ങിക്കുന്നില്ലെന്ന് പറഞ്ഞു. അയാളും മരിക്കും, അയാൾ ഉടനെ മരിക്കും. കാരണം വെച്ചാൽ അയാളുടെ കൂടെ വയ്ക്കുന്ന ആൾ പറയുന്നത് നിങ്ങൾ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അധികാരം തരാം. അവിടെയാണ് ഇസ്ലാം വ്യത്യാസപ്പെടുന്നത്. മൗലാന അബ്ദുൽ കലാമിൻ്റെ അടുത്താണെന്ന് പറഞ്ഞത്, നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് മക്കയിലൊരു ഭൂമി വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇനി എനിക്ക് സ്വർഗം വാങ്ങിച്ചെന്നാലും എൻ്റെ രാജ്യത്തെ ഞാൻ ഒറ്റിക്കൊടുക്കില്ല എന്ന് പറഞ്ഞ ആളാണ് ഈ പറഞ്ഞ ആൾ. പേര് അത് തന്നെയാണെന്ന് തോന്നുന്നു. ഇസ്ലാമിൻ്റെ ചരിത്രം ഒറ്റിക്കൊടുക്കുന്ന ചരിത്രമല്ല. നമുക്ക് മദീനയിലൊരു മണ്ണ് വേണ്ട, മക്കയിലൊരു മണ്ണ് വേണ്ട, നമുക്ക് കബറടക്കാൻ നമ്മുടെ നാട് തന്നെയാണ്. നിങ്ങളുടെ നാടും യുദ്ധത്തിന് വന്നാൽ നിങ്ങൾ നിൽക്കേണ്ടത് നിങ്ങളുടെ നാടിൻ്റെ കൂടെയാണ്, അല്ലാതെ മക്കയുടെ കൂടെ അല്ല. എൻ്റെ മദീന വന്നാൽ പോലും നിങ്ങളുടെ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന അത് പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഇസ്ലാം അങ്ങനെ തീവ്രവാദമാണ്. അപ്പോഴാണ് ഞാൻ പറയുന്നത്, ഈ പറഞ്ഞ നിങ്ങളുടെ നേതാവിനെ കൊന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ നല്ലൊരു ഓഫർ തരാം, വിച്ച് യു ക്യാനോട്ട് അഫോർഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലോ ഈ പറഞ്ഞ ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് ഈ ട്വിറ്ററിൻ്റെ പുറകിലാണ്. എക്സിന് ഇലോൺ മസ്കിനെ അവർ എടുക്കണം, അവർ പറഞ്ഞ് മനസ്സിലാക്കണം, നിങ്ങളുടെ അനിമയല്ല ഇസ്രായേൽ. ഇയാൾ പറയണം പലസ്തീനോടാണ് ഞങ്ങൾ ഇനി എക്സ് വാങ്ങിക്കാൻ പോകുകയാണെന്ന് പറയുകയാണ്. ഇത് തന്നെയാകും എന്താ അഹങ്കാരത്തോടെയാണ് പറഞ്ഞത്. പരസ്യമായിട്ട് വന്ന് പറയുകയാണ് ഞങ്ങളാണ് ഇനി ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ എലോൺ മസ്കിനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സുക്കർബർഗ് ആണ് വായിക്കുന്നത്? സുക്കർബർഗ് വെറും ഒരു പപ്പറ്റാണ്.
സുക്കർബർഗോ അമേരിക്കൻ പ്രസിഡൻറ്റിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല ലോകത്ത് എന്ത് നടന്നാലും. കാരണം ലോകം കൺട്രോൾ ചെയ്യുന്നത് ഒരു സെൻട്രൽ പവറാണ്. അതിനെ നമുക്ക് വേണമെങ്കിൽ മെഗാ ഗ്രൂപ്പ് എന്നൊക്കെ വിളിക്കാം. മെഗാ ഗ്രൂപ്പുണ്ട്. ആ മെഗാ ഗ്രൂപ്പിൻ്റെ സുക്കർബർഗ്, ഞാനിപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ്. കമ്പനിയുടെ ഐഡിയ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവർ വാങ്ങിക്കും. പക്ഷേ അവർ നേരിട്ടായിരിക്കത്തില്ല, അവർ ബിനാമി ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ബാക്ക് ചെയ്യും. നിങ്ങളായിരിക്കും ലീഡ് ചെയ്യുന്നത്, പക്ഷേ അവർ പുറകിൽ നിന്ന് ഇങ്ങനെ ചരട് വലിക്കും. അമേരിക്കൻ പ്രസിഡൻറ്റിന് ഒന്നും മിണ്ടാൻ പറ്റില്ല. ജോൺ എഫ് കെന്നഡി, എബ്രഹാം ലിങ്കൺ രണ്ടുപേരും മരിച്ചതാണ്, കൊല്ലപ്പെട്ടു. പിന്നെ വന്ന ആരും കൊല്ലപ്പെട്ടിട്ടില്ല. അതിൻ്റെ കാരണം എബ്രഹാം ലിങ്കണാണ് ആദ്യമായിട്ട് സെൻട്രൽ കറൻസി, അതായത് അമേരിക്കയ്ക്ക് ഒരു കറൻസി ബില്ല് വേണമെന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കണാണ്. അപ്പോൾ അതിനു മുമ്പ് ഉണ്ടായിരുന്ന സിസ്റ്റമൊക്കെ മാറി. അതിനുശേഷം അന്നും ഈ പറഞ്ഞ കടം കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ നന്നായിട്ട് മെച്ചപ്പെടും. കാരണം സ്വന്തമായിട്ട് കറൻസി ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് ആർക്കും കടം കൊടുക്കണ്ട, നിങ്ങൾ ആർക്കും കടക്കാരല്ല. നിങ്ങളുടെ വീട്ടിൽ പച്ചക്കറി ഉണ്ടാക്കിയാൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കണ്ട, അപ്പോൾ അതുമായിട്ട് നിങ്ങൾ കടം കൊടുക്കണ്ട. അപ്പോൾ നിങ്ങൾ സസ്റ്റൈനബിൾ ആയില്ലേ? പക്ഷേ സമ്മതിക്കത്തില്ല. വിത്തുകൾ ഉണ്ടാക്കുമ്പോൾ അവർ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത വിത്തുകൾ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ക്യാപിറ്റലിസത്തിന് പറ്റില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ആ സിസ്റ്റം വന്നപ്പോൾ മറ്റൊരു കടിയായി. അത് ബാങ്കേഴ്സ് ഉണ്ടല്ലോ, അതാരാ? ജൂതന്മാരാണ്. കൊന്നു. എബ്രഹാം ലിങ്കൺ മരിക്കാനുള്ള പ്രധാന കാരണം ഈ പറഞ്ഞ കറൻസി സിസ്റ്റം, ഫെഡറൽ റിസർവ് എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നതാണ്. ഫെഡറൽ റിസർവ് ഈ പറഞ്ഞ സെൻട്രൽ റിസർവ് കൊണ്ടുവരാണ്. അതിനുശേഷമാണ് 18th സെഞ്ചുറിയാണ് ഈ പറഞ്ഞ സംഭവം നടക്കുന്നത്. അതിനുശേഷം 1912 അടുത്ത ഇൻസിഡൻറ്റ് ഉണ്ടായി. ടൈറ്റാനിക് അപകടത്തിൽപ്പെട്ടു, കപ്പലടിച്ച് മുങ്ങി. അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് വെച്ചാൽ ടൈറ്റാനിക് അവർ പറഞ്ഞു ഞങ്ങൾ ബൈനോക്കർ എടുത്തില്ല അന്നത്തെ ദിവസം, ഞങ്ങൾക്ക് ദൂരക്കാഴ്ചയില്ലായിരുന്നു, ഞങ്ങൾ കൊണ്ടുപോകേണ്ട ബോട്ടിനെക്കാട്ടിലും കുറച്ച് ബോട്ടേ കൊണ്ടുപോകുള്ളൂ, ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കപ്പൽ തകരില്ല എന്ന്. ഇത്രയും ഇത്രയും വലിയ ആഡംബരമായിട്ട് ഉണ്ടാക്കിയിട്ട് അവർ പറഞ്ഞു ഒരു ബൈനോക്കർ എടുത്തില്ലെന്ന്. മനസ്സിലാക്കിയോ? എന്നിട്ട് പറയാം ഇടിച്ചു, മരിച്ചു, ആൾക്കാർ മരിച്ചു. എന്നാൽ അന്ന് യാത്ര ചെയ്യേണ്ട JP മോർഗൻ ആ കപ്പലിൽ കയറിയില്ല. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അത് സ്റ്റേജ്ഡ് ആയിരുന്നു എന്ന് ഞാൻ പറയുന്നു. കാരണം ഇപ്പോഴത്തെ മനസ്സിലാക്കി വെച്ച് നോക്കുകയാണെങ്കിൽ ലോകം ഒരു കാര്യത്തിലേക്ക് പോകണമെങ്കിൽ ആൾക്കാരെ അപ്പം പറയുന്നത് നിങ്ങളായിരിക്കും പൈസയ്ക്ക് വേണ്ടി ചെയ്തായിരിക്കുന്നു, ഇൻഷുറൻസിന് വേണ്ടി. അതല്ല, അതിന് പറയും വേറെ കളിയുണ്ട്. ആഡ് ടൂല് പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് കറൻസി തരുമ്പോൾ ഡോളർ തന്നാൽ മതി, ഇന്ത്യൻ കറൻസി തരണ്ട. അപ്പോൾ അയാൾ കൊടുക്കുന്ന വലിയൊരു എമൗണ്ടാണ് കറൻസി ആയിട്ട് കൊടുക്കുന്നത്, അല്ലേ? ഡോളർ. അപ്പോൾ ഞാൻ ഇവന് ഇത് ഈ ഡോളർ വെച്ചങ്ങ് ജീവിച്ചാൽ പോരെ, എന്തിനാണ്? അപ്പോൾ അവർ കൊടുക്കുന്ന മറ്റൊരു ഓഫറുണ്ട്, നിങ്ങൾക്ക് കമ്മട്ടം തരാം, നിങ്ങൾ ഇനി അച്ചടിച്ചോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈസ വേണമെങ്കിൽ അടിച്ചിറക്കിക്കോ, അതാണോ വേണ്ടത്? നിങ്ങൾക്ക് ഡോളറാണ്, ഡോളർ എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് തീർന്നു പോകാം, മറ്റേ അടിച്ചുകൊണ്ടേ ഇരിക്കുക, അല്ലേ? അതാണ് ഇവർക്ക് ഇൻഷുറൻസ് എമൗണ്ട് വലിയ നിസ്സാര വരികയായിരിക്കും. അത് നിങ്ങൾക്ക് നോക്കണ്ട, അതല്ല ഞങ്ങൾക്ക് വേണ്ടത്. കപ്പലിൻ്റെ വിലയും പോട്ടെ, ഞങ്ങൾക്ക് ലോകത്തിൻ്റെ കറൻസി ഇഞ്ഞ് കിട്ടുമല്ലേ, ഞങ്ങളല്ലേ കൺട്രോളിലേക്ക് വരുന്നത്. JP മോർഗൻ സെൻട്രൽ റിസർവിനെ എതിർത്ത ആളാണ്, ഫെഡറൽ റിസർവിനെ അനുകൂലിച്ച ആളാണ്. ഫെഡറൽ റിസർവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പബ്ലിക് ബാങ്കുകളും പ്രൈവറ്റ് ബാങ്ക് 12ഓളം പ്രൈവറ്റ് ബാങ്കുകൾ നമ്മളുടെ കൊയലീഷനാണ്. ആ 12ഓളം ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പൈസ ഉള്ളവരാണ്. ആ പൈസ ഉള്ള ആരാ? പലിശ കൊടുത്തവരാണ്. പലിശ കൊടുത്തവരാണ് ജൂതനാണ്. റിലേഷൻഷിപ്പ് അങ്ങനെയാണ് പോകുന്നത്. JP മോർഗൻ അന്ന് ഫ്രാൻസിൽ അയാൾക്ക് പനി പിടിച്ച് വന്നില്ല, അയാൾ വരാൻ പറ്റില്ല. അതേപോലെ മറ്റുള്ളവരും വന്നില്ല. അതാ രസം. അതിൻ്റെ കൂടെ കപ്പലിൽ കയറേണ്ട 1-2 പേരുണ്ടായിരുന്നു, അവരും വന്നില്ല. പോയാരാ? സെൻട്രൽ റിസർവ് ഫെഡറൽ റിസർവിനെ എതിർക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരെല്ലാം കപ്പലിലുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? ആ കപ്പൽ പോയാലും മരിച്ചു. 1912 ഈ സംഭവം നടക്കുന്നു. 1913 ഫെഡറൽ റിസർവ് ഇത് വരുന്നു, അമേരിക്ക ഞങ്ങളുടെ കറൻസി ഫെഡറൽ റിസർവ് എന്ന് പറയുന്നു, ഒപ്പുവെക്കുന്നു. കഴിഞ്ഞു. അമേരിക്കൻ എക്കോണമി അവിടെ തുടങ്ങുക തകരാൻ. അതിനുശേഷം പിന്നീട് വന്നു ജോൺ എഫ് കെന്നഡി വന്നു. അയാൾക്ക് പിന്നെയും താല്പര്യം, അയാൾക്ക് വീണ്ടും ഈ പറഞ്ഞ എക്കണോമി തിരിച്ചു കൊണ്ടുവരണം. അപ്പം ഈ പറഞ്ഞ ക്യൂബൻ അട്ടിമറിയുടെ ഭാഗമായിട്ട് ഏതോ ഒരു ആഫ്രിക്കൻ രാജ്യം, കോങ്കോ എന്തുകൊണ്ട് അട്ടിമറിയുടെ ഭാഗമായിട്ട് പുറത്താക്കിയ ഒരാൾ പിന്നീട് അയാളുടെ കേസ് അന്വേഷിക്കാൻ അയാളാണ് വരുന്നത്. എന്ന് വെച്ചാൽ ജോൺ എഫ് കെന്നഡി അത്രയും ഒരു നെറികെട്ട മനുഷ്യനായിരുന്നു, നെറിയുള്ള മനുഷ്യനായിരുന്നു, റൈറ്റ്ഫുൾ പേഴ്സൺ ആയിരുന്നു. അയാൾ വീണ്ടും കൊണ്ടുവന്നു ഈ പറഞ്ഞ ഫെഡറൽ സിസ്റ്റം വീണ്ടും കൊണ്ടുവന്നു, മറ്റേൻ്റെ കൂടെ പാരലലി ഓടിക്കാൻ വേണ്ടി. അതിഷ്ടപ്പെട്ടില്ല. അത് മാത്രമല്ല, ബെൻ ഒരു ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, നിങ്ങൾക്കിനി ഞാൻ സപ്പോർട്ട് ചെയ്തില്ല, നിങ്ങൾ ഈ പറഞ്ഞ ഇത് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ ന്യൂക്ലിയർ വെപ്പൻ്റെ റിസർച്ച് പ്രോഗ്രാംസ് ഞങ്ങളെ അറിയിച്ചില്ലെങ്കിൽ നിങ്ങൾക്കിനി ഫണ്ട് ചെയ്തില്ല, നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞൊരു കത്തെഴുതി. അതിൻ്റെ പേരിൽ അയാൾ രാജിവെച്ച് പോയി, അറസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. അതും ഒരു പകയായി. ഏത് ഇസ്രായേലി പ്രസിഡൻറ്റ് ഇസ്രായേലിൻ്റെ അടുത്ത് പറയുകയാണ് ഞങ്ങൾ ഇനി നിങ്ങളുടെ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് പറഞ്ഞു തരണം. എപ്പോഴാണ് നടക്കുന്നത്? 1948 രാജ്യമുണ്ടായി, 63 സംഭവം ഉണ്ടാകുന്നത്. 48 15 വർഷം കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഒരു രാജ്യം വലുതാവുന്നു. ഇന്ത്യ ഇത്രയും നാൾ കഷ്ടപ്പെട്ടിട്ട് നടക്കുന്നില്ല. അതുമല്ല, ഇന്ത്യക്ക് ഇത്രയും പവറുണ്ടോ മറ്റുള്ള രാജ്യം? ഇസ്രായേൽ പറഞ്ഞ ചെറിയൊരു രാജ്യം എങ്ങനെയാണ് ലോകം മുഴുവൻ മിണ്ടാതിരിപ്പിക്കുന്നത്, വാടപ്പിക്കുന്നത് എങ്ങനെയാണ്?
മരുന്ന് എന്തെങ്കിലും ഒരെണ്ണം വേണ്ടേ കൺട്രോൾ ചെയ്യാൻ. അങ്ങനെ ജോൺ എഫ് കെന്നഡി ഈ പറഞ്ഞ പോലെ സംഭവം ചെയ്തു. 5 മാസം കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചു. കൊല്ലപ്പെട്ടതാണ് ഏറ്റവും രസമുള്ള കാര്യം. അതാണ് കോൺസ്പിറസി. മറ്റേതൊക്കെ അവിടെ കേട്ടെ. ഒരു 6ാം നിലയിൽ നിന്നൊരു ഷൂട്ടർ ഷൂട്ട് ചെയ്യുന്നു. മൂവിങ് കോൺവോയ്, അതായത് ഇയാളുടെ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പയ്യായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്, എന്നാലും ഒരു തോക്കിന് ഉന്നം വെക്കാൻ പറ്റുന്നൊരു ഇതുണ്ടല്ലോ, മൂവിങ് സാധനം, അനങ്ങാതിരിക്കുകയാണെങ്കിൽ ഓക്കെ. ആദ്യത്തെ അയാൾ പോകുന്നു, ആദ്യത്തെ വെടി കൊള്ളുന്നില്ല, തെറിച്ചു പോയി. ആയിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ നേരെ വെടിവെച്ചു, അത് കൊണ്ടില്ല, തെറിച്ചു പോയി, ആരും കേട്ടില്ല സൗണ്ട്. രണ്ടാമതൊരു ആ തോക്ക് വീണ്ടും എടുത്ത് എയിം ചെയ്യാനൊരു സമയം അയാൾക്ക് നെർവസ് ആവുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, കൈവിറയ്ക്കവേ, ആ കൈ വിറച്ചില്ല, അയാളുടെ വെടി കൊണ്ടത് പുറത്ത് കൊണ്ടു. അയാളുടെ വാരിയിൽ തുളച്ച് പുറത്തേക്ക് ഇറങ്ങി. അതും തുളച്ച് എന്നാലും ചോദിക്കണം ഒരു ബുള്ളറ്റിന് എത്ര മുറിവുണ്ടാക്കാൻ പറ്റുമെന്ന്. നമ്മളെല്ലാം ഇങ്ങനെ പറയത്തില്ലേ, ഒരു തോക്ക് വെച്ചിട്ട് ഇങ്ങനെ 2ആയിട്ട് വെടി മുറിച്ച് പോകാമെന്ന് പറയുന്നത്, അത് തമാശയായിട്ട് പറയും. ആ തമാശയാണ് FBI പറയുന്നത്. ആ ബുള്ളറ്റ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ തുളച്ച് പുറത്തിറങ്ങി, ഇത് ഫ്രണ്ടിൽ ഇരുന്ന ഗവർണറുടെ ദേഹത്ത് കൊണ്ടു, അയാളുടെ ദേഹത്തൂടെ പുറത്തിറങ്ങി, അയാളുടെ കയ്യിൽ കൊണ്ടു, കയ്യിൽ നിന്ന് നേരെ തുടയിൽ കൊണ്ടു. 7 മുറിവ്. ആ ഒരു ബുള്ളറ്റ് ഉണ്ടാക്കി മുറിവെന്ന് വെച്ചാൽ 1, 2, ഒരു ബുള്ളറ്റിന് 1, 2, 3, 4, 5, 6 മുറിവുണ്ടാക്കിയെന്നാണ് പറയുന്നത് ഒരു ബുള്ളറ്റ്. നിങ്ങൾ വിശ്വസിക്കുന്ന ഇത് തലച്ചോറുള്ളതെന്ന് വിശ്വസിക്കട്ടെ. ഇപ്പം സംഘപരിവാറിൻ്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തലച്ചോറെല്ലാം പറയട്ടെ. എന്നിട്ട് പറയാണ് 3ാമത്തെ ഹെഡിൽ കൊണ്ടു. അങ്ങനെ 3 ബുള്ളറ്റ് ഷെല്ലാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത്. FBI പറയാണ് അയാളൊന്നും അറിയാം, അയാളൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ. രസമാണ്, കമ്മ്യൂണിസത്തിൻ്റെ വക്താവായിരുന്നു എന്ന് പറഞ്ഞു. അയാളെ പിടിച്ചു. 48 മണിക്കൂറിനുള്ളിൽ അയാൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ കോടതിയിലേക്ക് കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന വഴിക്ക് വേറൊരാൾ അയാളെ കൊന്നു, ഷൂട്ടറിനെ. എന്നിട്ട് പറയാണ് ഇനി തെളിവില്ല, അയാൾ ഒറ്റയ്ക്കാണ് ചെയ്തത്, ഇതിൻ്റെ പുറകിൽ വേറെ കോൺസ്പിറസി ഒന്നും ഞങ്ങൾ തെളിയിക്കാൻ പറ്റിയിട്ടില്ല, അയാൾ കമ്മ്യൂണിസ്റ്റാണ്, അത്രേ ഉള്ളൂ, തീർന്നു, പരിപാടി കഴിഞ്ഞു. ഇതാണ് ആ പറഞ്ഞ സ്റ്റോറി. അപ്പോൾ നിങ്ങൾ പറയും ഇനി പിന്നീട് വന്ന് പ്രധാനമന്ത്രികളൊന്നും പ്രസിഡൻ്റൊന്നും മരിച്ചിട്ടില്ല, അവർ മിണ്ടിട്ടുമില്ല. ഇസ്രായേലിൻ്റെ കൂടെ APAC എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആ ഒരു കമ്മിറ്റിയിൽ ഇരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള. അതിന് ഫണ്ട് ചെയ്യുന്ന അമേരിക്കയാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലുമാണ്. ഇസ്രായേലിൻ്റെ ഒപ്പം മ്യൂച്വലായി നിൽക്കുന്നവർ എപ്പോഴും വളരും, അല്ലാത്തവർക്ക് പോയി ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റ് ടെററിസമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞില്ലേ. എന്തുകൊണ്ട് ഇസ്ലാം ടെററിസമാണെന്ന് പറഞ്ഞില്ല അന്നത്തെ കാലത്ത്? അത് ഇത് മാത്രമല്ലെന്ന് ഞാൻ വേറെ ഇൻസിഡൻസ് പറയാം. ഇതിപ്പം പറയുന്ന ഒരു അമേരിക്കൻ FBI പറയുന്ന ഒരു ഇൻസിഡൻ്റാണ് ഞാൻ പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് ടെററിസം ആണെന്ന് പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത്തെ കേസിൽ ഞാൻ പറയുന്നു മറ്റൊരു കാര്യം, ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അസാസിനേഷൻ ഏതൊക്കെയാണ് FBI പറയുന്നത് നോക്കാം. ഒന്ന് 1917 വന്നത് റെഡ് മേനേഴ്സ് എന്ന് പറഞ്ഞ സാധനം, ഗവൺമെൻറ് വെസ്റ്റേൺ യൂറോപ്പും US പറഞ്ഞ കാര്യമാണ്. ഫ്രീക്വൻ്റ്ലി ആട്രിബ്യൂട്ടഡ് അസാസിനേഷൻസ്, ബോംബിങ്, അപ്സ്റൈസിങ് ആൻഡ് കൂപ്സ് ടു കമ്മ്യൂണിസ്റ്റ്, അവരാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ റെഡ് സ്കെയർ 1919 to 1920, അന്നും പറയുന്നു വാൾ സ്ട്രീറ്റ് ബോംബിങ് 38 പേര് കൊല്ലപ്പെട്ടതിൻ്റെയും കാരണം കമ്മ്യൂണിസ്റ്റ് ടെററാണ്. 1919 അഗെയിൻ സെൻറ്റ് പൊളിറ്റീഷ്യൻസ് ആൻഡ് ബിസിനസ് അഗെയിൻ അനാർക്കിസ്റ്റ്, ബട്ട് ഇൻസിഡൻറ്റ് എനിക്കറിയുന്നില്ല എന്താണെന്നുള്ളത്. വില്യം മക്ലി ബൈ ലിയോൺ, അതും പറഞ്ഞു യൂറോപ്യൻ റോയൽസ് ഗിൽഡ് ലേറ്റ് 90s early 20th, അതും പറയുന്നു അതും കൊന്നത് അസാസിൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ എന്താ അവർക്ക് ഇസ്ലാമിന് വേണ്ടി അന്ന്? അപ്പോൾ അന്ന് ഇസ്ലാം ഇല്ലേ? അത് ഞാൻ ചോദിക്കുന്നത്. 1400 വർഷം മുമ്പ് ഉണ്ടായി, എന്നിട്ട് ഇപ്പോഴാണ് നിൽക്കുന്നത് ഇസ്ലാമിൻ തീവ്രവാദമാണ്, ഖുർആനിൽ പറഞ്ഞ തീവ്രവാദം എന്ന് പറയുന്നത്. പക്ഷേ അന്ന് നിങ്ങളത് പറയാനെന്ത്? അപ്പം നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇസ്ലാമിക് ടെററിസം എന്ന വാക്ക് കോയിൻ ചെയ്യപ്പെടുന്നത് എന്നാണ് അറിയോ? അറിയില്ല. അതിനൊരു ചരിത്രമുണ്ട്, ആ ചരിത്രം പറയാം, എന്നാലേ അതിനകത്ത് കണക്റ്റ് ആവുന്നുള്ളൂ. എന്തിനൊരു കാരണം വേണമല്ലോ വരണമെങ്കിലും. കമ്മ്യൂണിസം തകർന്നു. ഈ പറഞ്ഞ 19th century പറഞ്ഞില്ല ബോൾഷെവിക് ആ ഒരു ഇതിൽ വന്നു. മറ്റേ അവസാനത്തെ ഗോർബച്ചേവ് എന്ന് പറഞ്ഞൊക്കെ അയാൾ ക്യാപിറ്റലിസ്റ്റൊക്കെ പോയി ഓപ്പർച്യൂണിറ്റി കൊടുത്തു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇഷ്ടമല്ല എപ്പോഴും അയാളെ. തകർന്നു എന്നറിയാം. അപ്പോൾ ഇനി കമ്മ്യൂണിസത്തിൻ്റെ ഉപദ്രവം തീർന്നോടെ വെച്ച് ഇനി അവർ അറ്റാക്ക് ചെയ്തില്ല, എല്ലാം പിരിച്ചു വിടുന്നവരെ ചെർണോബിലൊക്കെ സംഭവിച്ചാണ്. അപ്പോൾ അടുത്ത് എന്തെങ്കിലും വേണ്ടേ? നമുക്ക് ക്യാപിറ്റലിസ്റ്റൊക്കെ പിടിച്ചിരിക്കാൻ എന്തെങ്കിലും ഒരു സ്കേപ്പ് ഗോട്ടിങ്, തന്തവൈബ് വേണ്ടേ? തന്തവൈബ് എന്താ അറിയോ? തന്തവൈബ് ഈ പറഞ്ഞ കാര്യം ഓർത്ത് വെക്കണം. എന്താണ് ഞാൻ പറയാൻ പോകുന്നത്? തന്തവൈബ് എന്ന് പറഞ്ഞ സാധനം ഒരു സ്കേപ്പ് ഗോട്ടിങ് ആണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം നടുവേന എടുക്കുന്ന പറയുമ്പോൾ നിങ്ങൾ തന്തവൈബായി. ഇല്ല എനിക്ക് നടുവേനൊന്നുമില്ല, ഞാൻ ചെറുപ്പക്കാരനാണ്, നിങ്ങൾ ഈ ഡ്രസ്സ് ഇട്ടു,
തന്ത വൈബാണല്ലേ? അല്ലല്ല, ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടിട്ട് വരാം. നിങ്ങൾ എന്നെ ഉപദേശിക്കുന്നത്, നിങ്ങൾ തന്ത വൈബാണല്ലേ? നിങ്ങൾ ഉപദേശിക്കാൻ പാടില്ല, നിങ്ങൾ നന്മ പറയാൻ പാടില്ല, തന്ത വൈബാണ്. അത് സ്കേപ്പ് കോട്ടിംഗ് ആണ്. അപ്പം പറയുന്നത് ആ സാഹബോയൊക്കെ ഉണ്ടാക്കി പറയുന്നത് ഞങ്ങളുടെ വാക്ക് ഹിറ്റായതല്ല, സമൂഹത്തിനത് വേണ്ടത് കൊണ്ടാണ്. കാരണം ആ വാക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരാളുടെ മിണ്ടായിരിക്കാം, അത് നാണം കെട്ട് പുറത്തിറങ്ങും, നിങ്ങൾ പിന്നെ മിണ്ടതില്ല. അതിനുവേണ്ടിയാണ് തന്ത വൈബ് എന്ന വാക്കുണ്ടാക്കിയത്. എന്ന് പറഞ്ഞതുപോലെ ലോകത്ത് വായടപ്പിക്കാൻ ടെററിസം എന്ന വാക്ക് പറഞ്ഞാൽ പിന്നെ മിണ്ടത്തില്ല നിങ്ങൾ. ഏത് പഹൽഗാമിലോ പുൽവാമയിലോ ഉണ്ടായ അറ്റാക്കിനെ നിങ്ങൾ പറയാണ് നിങ്ങൾ ടെററിസ്റ്റിനെ നിങ്ങൾ പിടിക്കാത്തത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തി പറഞ്ഞാൽ നിങ്ങൾ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിക്കും. മിണ്ടരുത്. പിന്നെ നിങ്ങൾ തീവ്രവാദി, പിന്നെ നിങ്ങളുടെ പേരിൽ കേസായി, നിങ്ങളെ പിടിച്ചോണ്ട് പോകും, രാജ്യത്തിൻ്റെ പേരിലുള്ള കേസുകളായി, അത് ഭയങ്കര പ്രശ്നമാകും. എന്നാൽ അതിൻ്റെ പുറകെ പിന്നെ ചിന്തിക്കാനൊന്നും പാടില്ല, നിങ്ങൾ മിണ്ടരുത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഹമാസിനെ പറയും നിങ്ങൾ തീവ്രവാദിയാണെന്ന്. അപ്പം ഞാൻ ഇന്നാളെ ഒരാളുടെ ഒരു ഇസ്രായേലിയിലെ പോസ്റ്റാണ് പറയാം, യു ഡോണ്ട് ഹാവ് ടു ബി മുസ്ലിം ടു സപ്പോർട്ട് പാലസ്റ്റീൻ. നിങ്ങൾ മുസ്ലിം വേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ലോ ക്ലാസ് ടെററിസ്റ്റ് ആയെന്നാണ് പറഞ്ഞത്. കാരണം ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളാണ് സപ്പോർട്ട് ചെയ്തത്. അല്ലെ, മുസ്ലിങ്ങൾ എല്ലായിടത്തിലും സപ്പോർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പോൾ കോങ്കോയിൽ ഇഷ്യൂ ആണെന്ന് കഴിഞ്ഞാൽ അത് പബ്ലിക്കലി അറിയുന്നതാണെങ്കിൽ നമുക്ക് പറയും അത് കൊല്ലരുത്, ഉക്രൈനിൽ നടന്നു, കൊല്ലരുത്, കുട്ടികളെ കൊല്ലരുത്. അത് നമ്മൾ റഷ്യയുടെ കൂടെ വയ്ക്കുന്നുണ്ടോ? ഇവർ ചെറിയ പിക്കിങ്ങാണ് റിലീജിയൻ. അത് നിങ്ങൾ മതം മറ്റേത് പറയാത്തത്. അപ്പോൾ കൊലപാതകത്തിനെയാണ് പറയുന്നത്. കൊലപാതകം എവിടെ നടന്നാലും കുറ്റം തന്നെയാണ്. എന്നാൽ ഇസ്രായേലിൽ ഇത്രയും പബ്ലിക്കായി നടക്കുന്ന ഒരു സംഭവം നടന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? നിങ്ങൾ എന്തിനാണ് പിന്നെ ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പോൾ പറയും ഹമാസ് ഞങ്ങളെ കട്ടു, അതുകൊണ്ട് ഹോസ്റ്റേഴ്സ് കൊണ്ടുപോയി, ഹോസ്റ്റേഴ്സൊക്കെ ഇപ്പോൾ സമരം ചെയ്യുകയാണ്, ഞങ്ങൾക്ക് തിരിച്ചു വേണം. എന്നാൽ അവർക്ക് തിരിച്ചു കൊണ്ടുവരണ്ട, അവരെ പിടിച്ചുകൊണ്ട് വരാതിരിക്കലാണ്. അതുവരെ അവർക്ക് പറയാമല്ലോ, ഹമാസ് കട്ടിക്കൊണ്ടുപോയതിൻ്റെ പേരിൽ ഒക്ടോബർ 7 പേരിലാണ് ഞങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഇനി അതുകൊണ്ട് മിണ്ടരുത്. അപ്പോൾ നിങ്ങൾ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുക, തന്തവൈബായി മിണ്ടരുത്, അഡ്വൈസ് കൊടുക്കാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല, നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ നിങ്ങൾ നല്ലവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ മോശക്കാരാണ്. ഇപ്പം ബാക്കിയുള്ള രാജ്യങ്ങളോട് പറയുന്നത്, നിങ്ങൾ പാലസ്തീൻ എന്ന രാജ്യത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ വി വിൽ ക്രഷ് ദ എക്കോണമി എന്ന് പറഞ്ഞത്. അപ്പോൾ പവർഫുൾ വെപ്പൺ എന്താണ്? മണിയാണ്. ഏത് മനസ്സിലാക്കണം. ഞാൻ അതിവിടെ പറഞ്ഞിട്ട് വേണമെങ്കിലേക്ക് വരാം. എന്താ മണിയിലേക്ക് വരാം പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ല ഈ പോഡ്കാസ്റ്റ് ഇന്ന് തീരത്തില്ല. ഞാൻ ഇന്ന് രാവിലെ വരെ ഇരുന്നാലും ഇത് തീരത്തില്ല. ഇപ്പം എത്ര മണിക്കൂറായി? എന്നാലും 2 മണിക്കൂർ. ഇതിനുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോഡ്കാസ്റ്റ് ഇന്നും തീരത്തില്ല. അതിനുവേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഇരിക്കാം. ഇതിനകത്ത് മിസ്സിങ് പാർട്ടുകൾ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മറ്റേലേക്ക് പറയാം. ഇസ്ലാമിക് ടെററിസത്തിലേക്ക് വന്നതിന് ശേഷം നമുക്ക് വീണ്ടും എക്കോണമിക്കൽ ക്രഷ് എന്താണെന്ന് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ 1975 ആണെന്ന് തോന്നുന്നു. അപ്പോൾ 74 എന്താണെന്ന് തോന്നുന്നു, PFLO, പീപ്പിൾ ലിബറേഷൻ ഓർഗനൈസേഷൻ, പാലസ്തീൻ സംഘടനയായിട്ടുള്ള സംഘടന ഹൈജാക്ക് ചെയ്യപ്പെടുന്നു. ഒരു ഫ്ലൈറ്റ്, ഇസ്രായേലികളുടെ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യുന്നു. അത് നമുക്ക് രാഷ്ട്രീയമാണ്, അത് മതപരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അവരുടെ രാജ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു, വില പേശാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു. അത് ഏത് രാജ്യക്കാരും ചെയ്യുന്ന പരിപാടിയാണ് ഹോസ്റ്റേഴ്സിനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഹോസ്റ്റേഴ്സിനെ ഉണ്ടാക്കുന്നു. അവർ നേരെ ഉഗാണ്ടൻ അന്നത്തെ ഈദി അമീനുള്ള എൻറ്റബെ എയർപോർട്ടിലേക്ക് വിടുന്നു. അവർ ഈദി അമീനെ അവർ സപ്പോർട്ട് ചെയ്യുന്നു. അവിടുന്ന് അങ്ങനെ മൊസാദിൻ്റെ ഏജൻസി, ഞാൻ പറഞ്ഞത് നെറികെട്ടവന്മാർ എങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നതിന് മടിയൊന്നുമില്ല. അവർക്ക് എല്ലായിടത്തും ഉണ്ട്. ഇറാനിൽ പോലും അവർക്ക് ഈ പറഞ്ഞ ഇൻഫിൽട്രേറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അമേരിക്കൻ എക്സ്പ്രസ് എന്ന കാർഡ്, മാസ്റ്റർ കാർഡ്, വിസ, അതൊന്നും അമേരിക്കൻ്റെ ഒരു സാധനം പോലും അമേരിക്കയിൽ ഗൂഗിൾ മാപ്സ് ഇല്ല, വെയ്സ് ഇല്ല, അമേരിക്കയുടെ ഒരു സാധനമില്ല അവിടെ. എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പം അവരുടെ സിറ്റിസൻസിനെ പോലും വിശ്വാസമില്ല. കാരണം ഈ ചാരപ്പണി ചെയ്യാൻ ഏറ്റവും നല്ലത് മൊസാദാണ്. ഏത് പണിയും അവർ ചെയ്യും. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തെ ബലിയാടാക്കിയിട്ടായിരിക്കും അവർ പറയുന്നത് നിങ്ങൾ ഒറ്റ കൊടുക്കണമെന്ന്. ചിലപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കും ഒറ്റ കൊടുക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, ഇവർ ആ രാജ്യത്തേക്ക് എത്തുന്നു, ഉഗാണ്ടയിൽ നിന്നു അയാളുടെ പോലെ കാറിലൊക്കെ യാത്ര ചെയ്തു. ഇയാൾ അവസാനം അവർ രക്ഷിക്കുന്നു. അതിലൊരു കമാൻഡോ കൊല്ലപ്പെടുന്നു. അയാളുടെ പേരാണ് യൊനാഥൻ. അതിനുശേഷം ഇവർ വരുന്നു. തിരിച്ചു വന്നതിന് ശേഷം 1979 യൊനാഥൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കുന്നു. അയാൾ ഉണ്ടാക്കിയ ആളുടെ പേര് ബെഞ്ചമിൻ നെതന്യാഹു എന്നാണ്. കൊല്ലപ്പെട്ട ആളുടെ പേര് യൊനാഥൻ നെതന്യാഹു. കണക്ഷൻ നോക്കുക, സഹോദരങ്ങളാണ്. എന്നുവെച്ചാൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സഹോദരനായ യൊനാഥൻ നെതന്യാഹു ആണ് കൊല്ലപ്പെട്ടത്. അയാളുടെ പേരിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവിടെ പോയി പഠിക്കാമെന്ന് വിചാരിക്കണം. നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിക്കണം, നടക്കത്തില്ല. കാരണം യൊനാഥൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നും അക്കാഡമി ഒന്നുമല്ല. അവർ ചെയ്യുന്നത് വെച്ചാൽ തീവ്രവാദത്തിൻ്റെ റിസർച്ച് ചെയ്യാണ്. എങ്ങനെയാണ് ലോകത്ത് തീവ്രവാദം ഉണ്ടാകുന്നത്, തീവ്രവാദത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള റിസർച്ച് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് യൊനാഥൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെ തുടങ്ങുന്നു. അതിനുശേഷം അയാൾ ഒരു സെമിനാർ വിളിച്ചു കൂട്ടുന്നു. ആദ്യത്തെ ജെറുസലേമിൽ, രണ്ടാമത്തെ വാഷിങ്ടണിൽ, അമേരിക്കയിൽ. രണ്ടാമത്തെ സെമിനാറിൽ ജോർജ് ബുഷ്. ഇവർക്കൊരു ബേസ് എപ്പോഴും അമേരിക്കയാണ്. അത് കാരണം അമേരിക്ക ഭരിക്കുന്ന ജൂതനാണ്,
കാരണം അവിടെ ഇൻഫിൽട്രേറ്റ് ചെയ്തേക്കാണ് ജൂതന്മാർ, പൈസ ഇറക്കിയേക്കാണ്. ഈ പറഞ്ഞ റോസ്റ്റൈൽ ഫാമിലി ഫ്രാങ്ക്ഫർട്ടിലാണ്. അവർ ജൂതനായിട്ടൊന്നും യൂറോപ്പിൻ്റെ പല ഭാഗത്തുമായിരുന്നു എന്ന് പറഞ്ഞ പോലെ അമേരിക്കയിലുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, അടുത്ത സെമിനാർ നടക്കുന്നു 85 തോന്നുന്നു, ജോർജ് ബുഷൊക്കെ പങ്കെടുക്കുന്ന സെമിനാർ. അവർ പറയുന്നു അതിൻ്റെ കാരണം ഇസ്ലാമിക് ടെററിസമാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എങ്ങോട്ട് മാറി? കമ്മ്യൂണിസത്തിൽ നിന്ന് മാറി, ഐറിഷ് ടെററിസത്തിൽ നിന്ന് മാറി കമ്മ്യൂണിസ്റ്റ് ടെററിസത്തിലേക്ക് എത്തി. അവിടുന്ന് ഇപ്പോൾ ഇസ്ലാമിക് ടെററിസത്തെത്തി. അവിടുന്ന് ലോകം ആദ്യമായിട്ട് പരിചയപ്പെടാണ് ഇസ്ലാമിക് ടെററിസം. അത് സംസാരിച്ച് കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ ഇസ്ലാമിനെ ആദ്യമായിട്ട് പ്രതിക്കൂട്ടിലെത്തുന്നത് എവിടെയാണെന്നറിയോ? 9/11 ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴാണ് ഇസ്ലാം ഇത്രയും വലിയ തീവ്രവാദ മതമാണെന്ന് പറയുന്നത്. 2001 സെപ്റ്റംബർ അറ്റാക്കിലാണ്. ചാർലി കിർക്ക് മരിക്കുന്നത് ഈ സെപ്റ്റംബർ 10 എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള മാസം സെപ്റ്റംബർ ഇസ്രായേലികൾക്ക്. 9/11 ശേഷമാണ് താലിബാൻ വരുന്നത്. താടി, തൊപ്പി, തലപ്പാവ്, അഫ്ഗാനിസ്ഥാൻ വേഷം വരുന്നത് അവിടെ നിന്നാണ്. അങ്ങനെ വന്നപ്പോൾ അഫ്ഗാനികൾ തീവ്രവാദികളായി. അമേരിക്ക അങ്ങോട്ട് വിട്ട്. അപ്പോൾ അവർക്ക് എന്തോ ഓപ്പർച്യൂണിറ്റി ആയി. നിങ്ങൾ തീവ്രവാദികളുണ്ട്, തീവ്രവാദികൾ പിടിക്കാമെന്നാണ് നിങ്ങൾ നിങ്ങൾക്ക് മിലിറ്ററി ബേസ് തരൂ, ഞങ്ങൾ ഇവിടുത്തെ എണ്ണയും അത് അടിച്ചു മാറ്റിക്കൊണ്ട് പോട്ടെ. ഇറാഖിലേക്ക് പോയി, ലിബിയയിലേക്ക് പോയി. പക്ഷേ അവരുടെ റിസോഴ്സിനായിട്ടും അതാണ് അവർക്ക് വേണ്ട സ്കേപ്പ് ഗോട്ടിംഗ് ആണ്. നിങ്ങൾ വീട്ടിൽ ഇതുണ്ടല്ലേ, ഇന്ന് മിസൈലുണ്ടല്ലേ, പിടിച്ച് ഞങ്ങൾ നോക്കട്ടെ, പരിശോധിച്ച് നോക്കണം, നിങ്ങൾ നോക്കട്ടെ. ഇറാഖിൽ നോക്കി, പരതി നോക്കി, കിട്ടിയില്ല. സദ്ദാം ഹുസൈനെ പിടിച്ചുകൊണ്ടൊന്ന് തൂക്കിയില്ലായിരുന്നു. അത് ആരാണ് ചെയ്യുന്നത്? ഇറാഖി ഗവൺമെൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇറാഖികൾ തന്നെ ചെയ്യുമോ? അമേരിക്കയുടെ പപ്പറ്റ് ഗവൺമെൻറ്റാണ്. അമേരിക്ക നേരിട്ട് ചെയ്യില്ല. അവിടുത്തെ ഒരു പപ്പറ്റ് ഗവൺമെൻറ് ഉണ്ടാക്കും. അവരുടെ നിയമങ്ങൾ, ഓർഡർ അനുസരിക്കുന്ന ഒരു ജസ്റ്റ് ഒരു പാവം മാത്രമായിരിക്കും. അവർ ഓർഡർ ഇടുന്നു, തൂക്കിലേറ്റുന്നു. അപ്പോൾ ഇറാഖികളിലേക്ക് ഒന്ന് അമേരിക്ക അല്ലല്ലോ, അമേരിക്കയാണ് ഫണ്ട് ചെയ്തത്. മുഹമ്മദ് ഗദ്ദാഫി അറബ് സ്പ്രിങ്ങിന് ഫണ്ട് ചെയ്തത് അമേരിക്കയാണ്. ഇസ്രായേലി അതിൻ്റെ പുറകിൽ ഇവർ ഫണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ കയ്യിൽ പൈസ ഒന്നുമില്ല. അമേരിക്ക വെറും പൂർ കൺട്രി തന്നെയാണ്. അവർ ഫണ്ട് ചെയ്യുന്നത് റിസോഴ്സസ് ഇല്ല. അവരെ ഫണ്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ സോ കോൾഡ് ഇറോക്ക ഫാമിലീസാണ്. കുറേ ഫാമിലീസിനെ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇല്ലുമിനാറ്റി എന്നൊക്കെ പറഞ്ഞു വരുമ്പം ആ ഫാമിലിയെ കണക്ട് ചെയ്യേണ്ട. കാരണം ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞൊരു ജീവിയൊന്നുമല്ല, ഒരു മൃഗമൊന്നുമല്ല. അത് പറഞ്ഞൊരു സെൻട്രൽ പവറാണ്, മെഗാ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ പവറാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ഇതിലേക്ക് എത്തി. ഇസ്ലാമിക് ടെററിസം അവിടെ നിന്ന് തുടങ്ങുകയാണ്. പിന്നെ എന്ത് വന്നാലും തീവ്രവാദം. അള്ളാഹു അക്ബർ പറഞ്ഞ തീവ്രവാദം, നിങ്ങൾ നിസ്കരിച്ചാൽ തീവ്രവാദം, നിങ്ങൾ പബ്ലിക്കലി വുദു എടുത്താൽ തീവ്രവാദം, നിങ്ങൾ തീവ്രവാദിയാണ്. തലയിൽ തട്ടുമുട്ടാൽ തീവ്രവാദം. കന്യാസ്ത്രീക്ക് ഇടാം, പക്ഷേ മുസ്ലിമിന് ഇടാൻ പാടില്ല. കന്യാസ്ത്രീ ഇട്ട് നടന്നാൽ ആരും കുഴപ്പമില്ല. പക്ഷേ ഇസ്ലാമിൽ പറഞ്ഞ സ്കാർഫ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അത്രയും അരോചകമായിട്ട്. എൻ്റെ അടുത്ത് പോയി ചിലർ ചോദിക്കുന്നത് വെച്ചാൽ മുസ്ലിം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ തോക്കൊക്കെ ഉണ്ടോ എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റിലാണ് സംസാരിക്കുന്നത്. ഒന്ന് സൈഡായി എന്നുണ്ടോ പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റ് മനുഷ്യന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ആർക്ക്? ഈ പറഞ്ഞ ലോകരാജ്യങ്ങൾക്ക് ഒരു PR വർക്കിലൂടെ. നിങ്ങൾ ഇന്ന് കാണുന്ന എല്ലാം PR വർക്കാണെന്നേ. നേരത്തെ പറഞ്ഞ നെസ്റ്റയുടെ പൊടി PR വർക്കാണ്. നിങ്ങൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്, മീറ്റ് ആൻഡ് എഗ്ഗ്, മിൽക്ക് കമ്പനികൾക്ക് വേണ്ടി ചെയ്ത PR വർക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കഴിക്കാവുള്ളൂ, ഇതാണ് ഹെൽത്തി ഫുഡ്. കോൺഫ്ലേക്സ് PR വർക്കാണ്. ഈ പറഞ്ഞ പോലെ വിമൻസ് ലിബറേഷൻ PR വർക്കാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോകത്ത് കാണുന്ന എന്തൊക്കെയുണ്ടോ നിങ്ങളെ ആൾക്കാർ ഈവൻ ഡ്രസ്സ് പോലും നല്ല ബ്രാൻഡഡ് ഉണ്ടെങ്കിൽ അതും ഇപ്പോൾ സാറ ചെയ്ത പരിപാടി ഉണ്ടല്ലോ. സാറ ഒരു ഡെഡ് ബോഡി എടുത്തു വെച്ചുകൊണ്ട് മോഡൽ ചെയ്തു. എന്തുമാത്രം വികൃതമാണെന്ന് നോക്കിയല്ലേ. മരിച്ചു കിടക്കുന്ന ഒരാളുടെ ശവശരീരത്തെ ഡമ്മിയാക്കി വെച്ചുകൊണ്ട് മോഡൽ വെക്കണമെങ്കിൽ അവരെത്രമാത്രം നീച പ്രവൃത്തിയുള്ളതാണ്. അത് കാണിക്കണമെങ്കിലും ജൂതനെ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ ജൂതൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ജൂതൻ 2 തരത്തിലുണ്ട്. ഖുർആൻ പറഞ്ഞാണ് എല്ലാവരും ഒരുപോലെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ജൂതനുണ്ട്. ജൂതൻ എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ ആ സന്തതി, ആ പരമ്പര വരുന്നതാണ്. അത് നമ്മളോട്ട് യോജിച്ചു പോകുന്നതാണ്. കാരണം അവർ സെമിറ്റിക് ലാംഗ്വേജാണ്. ഖുർആനുമായിട്ട് ഷലോം അലൈക്കും അസ്സലാം വലൈക്കും ഒന്നു തന്നെ. എന്ന് വെച്ചാൽ ജൂതൻ 2 തരത്തിലുണ്ട്. ആ ഒരു ജൂതൻ ഭയങ്കര സീനാണ്, അവർക്ക് അധികാരം വേണം. അതുകൊണ്ടാണ് അന്നേ ഖുർആൻ എന്തുകൊണ്ട് പറഞ്ഞു ജൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതൻ്റെ ഒരു കൂട്ടർ അപകടമാണ് അവർ ലോകത്ത്. ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, ഖുർആൻ നമ്മളെക്കാട്ടിലും പഠിച്ചിട്ടുള്ളത് ജൂതനാണ്. എന്തിനാ? എന്ന് വെച്ചാൽ നമ്മുടെ ഖുർആനിലെ തെറ്റുകൾ എവിടെ ഉണ്ടോ അത് കണ്ടുപിടിക്കുക. അതുമല്ല, നിങ്ങളുടെ ഖുർആൻ പോലും തെറ്റിക്കും. നിങ്ങളൊരു പബ്ലിക്കലി ഡൗൺലോഡ് ചെയ്ത ഖുർആൻ നിങ്ങൾ ഓതറൈസ് ആയെന്ന് നോക്കണം. ആരെങ്കിലും ഒരു ഓതറൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊക്കെ പോകണമെങ്കിൽ എടുക്കുമ്പോൾ നോക്കണം. കാരണം ജൂതനും ഖുർആൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇപ്പം അതുകൊണ്ടാണ് ഖുർആൻ പ്രിസർവ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഖുർആൻ കൈ കൊടുക്കത്തുണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ്? ആൾക്കാർക്ക് മനസ്സിലാവാത്ത കാര്യം, ഖുർആൻ എഴുതപ്പെട്ടൊരു ഗ്രന്ഥമൊന്നുമല്ല, കൽബിലാണ്, മനസ്സിലാണ്. അത് കണ്ണ് കാണാൻ വയ്യാത്തവനും ഓതും, കണ്ണ് കാണുന്നവനും ഓതും, കയ്യാലില്ലാത്തവനും ഓതും, സംസാരിക്കാൻ പാടില്ലാത്തവനും ഓതും, എല്ലാവരും ഓടും. കാരണം ഹൃദയത്തിലാണ് നടക്കുന്നത്. ആ ഒരു സാധനം പുസ്തകത്തിൽ ഒരു വാക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാറുമോ? ഞാൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഖുർആൻ്റെ സൂറത്ത് എനിക്കറിയാം മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്.
പറ്റില്ലേ? സൂറത്തുൽ യാസീൻ നമുക്ക് 4 പേജുള്ള ആ സൂറത്ത് ഓതാൻ എവിടെ തെറ്റ് വന്നു എന്ന് നിങ്ങൾക്കറിയാം. ഇതെങ്ങനെ അല്ലല്ലോ. ഞാൻ ഇത് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടറിയാം. കാരണം കൽബിലാണ് ആ ശരീരം. നിങ്ങൾ ഇപ്പോൾ എത്ര ഖുർആൻ മാറ്റി എഴുതിക്കോ, ഒരു സെക്കൻഡ് കൊണ്ട് ഖുർആൻ അതുണ്ടാവും. കാരണം ഒരു വാക്ക് ഒരാൾ എഴുതിയാൽ മതി. മില്യൺസ് ഓഫ് ഖുർആൻ കാണാതെ പഠിച്ച ആൾക്കാർക്ക് എഴുതി വെക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു, ഇന്ന് നിങ്ങൾ ഖുർആൻ കത്തിച്ചു, ഒരു സെക്കൻഡ് കൊണ്ട് ഖുർആനായി കംപ്ലീറ്റ് ഫോമിലെത്തി. എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഒരു വാക്ക് എഴുതാൻ കൊടുത്താൽ മതി. ഒരാൾ വാക്ക് ടൈപ്പ് ചെയ്യാൻ 1 സെക്കൻഡ് പോരെ, അലിഫ് ബ ടൈപ്പ് ചെയ്യാൻ ഒരാൾക്ക് ഒരു പോരെ. അങ്ങനെ എത്ര വാക്കുണ്ട്? 6666 എനിക്കറിയില്ല വാക്കുണ്ടെങ്കിൽ ആ വാക്ക് എഴുതുന്ന 6000 പേര് പോരെ. 6000 പേരെ നിരത്തിയെടുത്തുന്നു എന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ തരാൻ പറഞ്ഞതാ സെക്കൻഡുകൾക്ക് സാധനം കിട്ടും. അങ്ങനെ ഏത് ഗ്രന്ഥമുണ്ട് പ്രിസർവ് ചെയ്ത സാധനം? അത് പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞില്ലേ, അവരാണ് ഏറ്റവും കൂടുതൽ ഖുർആൻ പഠിച്ചിട്ടുള്ളത്. ഖുർആനിലെ എങ്ങനെ ആൾക്കാരെ മിസ്ഗൈഡ് ചെയ്യാം. ഇപ്പോൾ ഇന്നൊരു ഇൻസ്റ്റാഗ്രാം കണ്ടിട്ടുണ്ട്, ആൾക്കാർ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ മുസ്ലിമാണ്, ഞാൻ പറയുന്നതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതാണ് ഇനി വരാൻ ട്രെൻഡ്. കാരണം മറ്റേതെല്ലാം തോറ്റവർ. അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇനി ഞാനൊരു ഷെയ്ഖാണ്, ഷെയ്ഖായിട്ടുള്ള ഞാൻ തലയുണ്ട്, തൊപ്പിയിലുണ്ട്, ഇതൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞാൽ ആൾക്കാർ എൻ്റെ കൂടെ വരുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ, അതുണ്ടാക്കാനാണ് നോക്കുന്നത്. ഇപ്പം നാസ് ഡെയിലി അയാൾ പറഞ്ഞു ഞാൻ ഇസ്ലാം മതമൊക്കെ വിട്ട ആളാണ്. അയാൾ പിന്നെ പറഞ്ഞു ഞാൻ മുസ്ലിം മതം സ്വീകരിച്ചു, ഞാൻ ഹജ്ജ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞൊന്നും. അത് ഇസ്രായേൽ ഫണ്ടഡാണ്. എന്ന് വെച്ചാൽ ഇവർ ഉദ്ദേശിക്കുന്നത് ടിക്ടോക്കൊക്കെ വാങ്ങിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് കയ്യിലെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ നല്ലൊരു എക്സാമ്പിൾ ഉണ്ട്. അല്ല, ഇത് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഇതിങ്ങനെ വന്നു. അതിനുശേഷം ഇന്ന് അയാൾ വന്നിട്ട് പറയാണ്, നിങ്ങളുടെ തലമുടി കറുപ്പിച്ചാൽ നിങ്ങൾക്ക് ആർക്കാണ് പ്രശ്നം? നിങ്ങൾ പാട്ട് കേട്ടാൽ ആർക്കാണ് പ്രശ്നം? എന്തിനാണ് നിങ്ങൾ ഇത്രയും എൻഫോഴ്സ് ചെയ്യുന്നത്? ആൾക്കാരെ എന്തിനാണ് ഇത്രയും ഈ പറഞ്ഞ മതം എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്? അപ്പോൾ നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾക്ക് പബ്ലിക്കിൽ പുക വലിക്കാൻ പറ്റുമോ? യൂറോപ്പിൽ നിങ്ങൾക്ക് ബിയറിൻ്റെ കുപ്പി ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പബ്ലിക്കിൽ ഇരിക്കാൻ പറ്റുമോ? പോലീസ് തന്നെ പിടിച്ചോണ്ട് പോകും. നിങ്ങൾ അങ്ങനെ ചെയ്തെന്ന് വെച്ചോ, ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? കുപ്പി ഉടന്ന് വെച്ചിട്ടുണ്ട്? ഇല്ലല്ലോ. നിങ്ങൾ പബ്ലിക്കിൽ സെക്സ് ചെയ്തെന്ന് വെച്ചോ, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷേ അത് നിയമമില്ലേ? ഏതൊരു രാജ്യത്ത് നിൽക്കുന്നതിനൊരു നിയമമില്ലേ? ഈ പറഞ്ഞ ലോജിക്കലി ഓക്കെ, നിങ്ങൾക്ക് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും ഉണ്ട്. ഇസ്ലാം മതത്തിലൊരു നിയമമുണ്ട്, നിങ്ങളത് പാലിക്കുന്നെങ്കിൽ ഇസ്ലാമിൽ നിന്നോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോകാം. അല്ലാതെ നിങ്ങളാരും കൊല്ലാനും വരത്തില്ല. ഏത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾ ഇപ്പം ആരും പറയുന്നത് നമ്മൾ എഴുതി വെക്കുന്നൊന്നുമില്ല, നിങ്ങൾ 5 വരെ നിസ്കരിച്ചോ, അത് നോക്കട്ടെ, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റൻഡൻസ് എടുക്കാൻ പോകാം. നമ്മൾ ചെയ്യുന്നില്ലല്ലോ. എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞ ലോജിക്കിനകത്ത് അതാണ്. അപ്പോൾ പറയാണ് ഇസ്ലാമിൽ അതൊക്കെ പറ്റും കേട്ടോ, ഇസ്ലാം അങ്ങനൊന്നും അല്ല, അത് ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയതാണ് എന്ന് പറയുന്നത്. അയാൾ ആർക്ക് വേണ്ടി ഇസ്ലാമിന് വേണ്ടി സംസാരിക്കാത്തത് വേറെ വല്ലവർക്കും വേണ്ടി സംസാരിക്കണം. അങ്ങനെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം ഇസ്ലാം മതം, ഞാൻ ഇസ്ലാമിൻ്റെ മതത്തിലുള്ള ആളാണെന്നൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു വരാനുള്ളത് ഏതിലേക്കാണ്? പൊളിറ്റിക്സിലേക്ക് വരാം. അതിനകത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ വഴിതെറ്റി പോകുന്നതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞില്ലേ, എക്സാമ്പിൾസ് പറയലാണ് പ്രധാനം. എക്സാമ്പിൾസ് പറയണം, കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് കുറേ മനസ്സിലാക്കാനുണ്ട് എന്തൊക്കെയാണെന്നുള്ളതും. ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുന്നതിൻ്റെ കാരണം, ഇപ്പം നമ്മൾ ഹിറ്റ്ലറിൻ്റെ ഹോളോകോസ്റ്റ് മ്യൂസിയം ഔഷ്വിറ്റ്സിൽ പോയി കാണുന്നു. നമ്മൾ കാണുന്നത് നമ്മൾ കരഞ്ഞിട്ടിറങ്ങും. ഞാൻ തന്നെ പറഞ്ഞത്, നിങ്ങൾ പോയി കാണണം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കരഞ്ഞിട്ട് ഇറങ്ങത്തുള്ളൂ. അങ്ങനെ പോയി കാണുമ്പോൾ നിങ്ങൾ എന്താ പറയുക, അന്ന് അങ്ങനെയൊക്കെ നടന്നില്ലേ, അത് ഭയങ്കര ക്രൂരതയാണല്ലേ സംഭവം ചെയ്തത്, നമ്മളത് സഹിക്കാൻ പറ്റില്ല, അന്നൊക്കെ നടക്കുമായിരുന്നു, ഇത് ഞാൻ ആലോചിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ കരയും. നിങ്ങൾ കണ്ടിട്ടില്ല നേരിട്ട്? ഞാൻ കണ്ടാണ്. അപ്പോൾ അല്ല, ഞാൻ പറയാം, ആൾക്കാർ പറയും അങ്ങനെയൊക്കെ ആൾക്കാരെ കൊല്ലും, അതെന്ത് ആൾക്കാരൊന്നും അറിഞ്ഞില്ലേ, കൊല്ലുന്നൊന്നും ആരും അറിഞ്ഞില്ലേ? അപ്പം നിങ്ങൾ ഇപ്പോഴത്തെ നടക്കുന്ന കാര്യത്തിൽ എന്താ പറയാത്തത്? അപ്പോൾ നിങ്ങൾ ഇത് മ്യൂസിയം ആകുമ്പം, പാലസ്തീൻ ഒരു മ്യൂസിയം ആകുമ്പോൾ പോയി കാണും. അന്ന് നിങ്ങൾ സംഭവിച്ചല്ലേ, ഇത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, ഞങ്ങൾ ഇൻ്റർനെറ്റൊക്കെ ഇത്രയും ഉണ്ടായിട്ടും നമ്മൾ ആരും അറിയിച്ചില്ലല്ലോ സംഭവം. നിങ്ങൾ കാര്യം കഴിയണം. നിങ്ങൾക്ക് ഹിസ്റ്ററി ആകുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും, പക്ഷേ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ ബെനിഫിറ്റാണ് നോക്കേണ്ടത്. നിങ്ങൾക്ക് പ്രായമാകും, നിങ്ങളുടെ അപ്പം നിങ്ങൾ തിരിച്ചറിവുണ്ടാവും, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി. ഇപ്പോഴത്തെ ഇസ്രായേലിലെ സോൾജേഴ്സ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നില്ലേ? ഈ അമേരിക്കൻ സോൾജേഴ്സ് അവരുടെ മെഡൽ വലിച്ചെറിഞ്ഞില്ലേ അഫ്ഗാനിസ്ഥാനിലെ കുട്ടികളുടെ അടുത്ത് മാപ്പ് പറഞ്ഞിട്ട്? ഒരാൾ പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കുട്ടി എൻ്റെ കയ്യിൽ ഉമ്മ വെച്ചു, ആ കുട്ടി നടന്നു വന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കി. അയാൾ പറഞ്ഞ കരയാണ്. അയാൾ പിന്നെയും പറഞ്ഞു, ഇവിടെ ഈ പറഞ്ഞ ഈ സിറ്റുവേഷൻ അയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഒരു കുട്ടി അമീർ എന്ന് പറഞ്ഞൊരു കുട്ടി ഇങ്ങനെ നടന്നു വന്നു, അവർ ആ ഭക്ഷണം നിലത്ത് കിടന്ന് കിട്ടിയതിന് കഴിഞ്ഞ് താങ്ക് യു ശുക്രൻ പറഞ്ഞു. പറയുമ്പോൾ തന്നെ വിഷമമുണ്ട് കേട്ടോ, ഒരു മനുഷ്യൻ്റെ ജീവൻ എങ്ങനെ പോകുന്നു എന്ന് ഞാൻ പറയാണ്. അപ്പം അത് പറഞ്ഞിട്ട് പോയിട്ട് അയാൾ കാണുന്നത് പിന്നെ കൺഫെയറാണ്. ആ കുട്ടി അത്രയും കാരുണ്യമുണ്ട്, ഇവർ ഇത്രയും ക്രൂരത ചെയ്തിട്ടും നിങ്ങൾ താങ്ക് യു എന്ന് പറയാനുള്ളൊരു മനസ്സ് കാണിച്ചത് എന്തിൻ്റെ പേരിലാണ്? അവർ കാണിച്ച ആ ഒരു മതത്തിൻ്റെ പേരില്ലേ, അവർ വളർന്നു വന്ന സിറ്റുവേഷൻ അല്ലേ, മറ്റുള്ളവരെ അടിച്ചമർത്തരുതെന്ന് പറയുന്നതിൻ്റെ.
വിശപ്പ് എന്ന് പറഞ്ഞ സാധനം, ഞാൻ പറഞ്ഞ സാധനം, ഇപ്പം നമുക്ക് വിശപ്പുണ്ട്, നമ്മൾ കഴിക്കാൻ അപ്പുറത്ത് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ പറഞ്ഞ പോഡ്കാസ്റ്റ് ചെയ്യാനിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നുമില്ല, ഒരു കുത്തുബ പറയുന്നത് എനിക്കും വിശക്കുന്നു നിങ്ങൾക്കും വിശക്കുന്നു, അതിൻ്റെ പേരിൽ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് കേൾക്കാനും പറ്റുന്നില്ല എന്ന് പറയുന്ന ഏറ്റവും ചുരുങ്ങിയൊരു ജുമാ ഖുത്ബയുണ്ട് ഇവിടെ. വിശപ്പിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വേറെ എന്താണ് പറയാനുള്ളത്? കുട്ടികൾ, എൻ്റെ മോൾ ഇങ്ങനെ കിടന്ന് കരയുകയാണെങ്കിൽ നമ്മൾ എന്തായാലും എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. കാരണം വിശന്ന് കഴിയുന്നതിനകത്ത് ഒരു കരുണ എന്ന് പറഞ്ഞ സാധനം നമ്മളുടെ മനസ്സിലൂടെ തന്നെ പോകും. പട്ടി നമ്മൾ പറയുന്നു തുടരുന്നു അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇസ്ലാമിൽ അങ്ങനെ ഇതൊന്നുമല്ല. നായയ്ക്ക് വെള്ളം കൊടുത്തതിന് മേൽ സ്വർഗത്തിൽ പോയ പെൺകുണ്ട് വിശന്ന് വലഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിനെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മാന്യതയാണ്. അപ്പോൾ എന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ ഏതൊരു കാര്യമായാലും, അത് ജൂതനാവണ്ട, ജൂതന് എത്രയായിക്കോട്ടെ, നമ്മുടെ ശത്രു ആയിക്കോട്ടെ, അതായാലും നമ്മൾ വന്നു വരുന്നത് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ ഒരു മര്യാദ കാണിക്കാറുണ്ട്. അതാണ് മനുഷ്യത്വം. അതിന് മനുഷ്യനായിട്ടാണ് മതം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് അതുപോലും ഇല്ലാതെ പറയാണ് കുട്ടികൾ വളർന്നു വന്നാൽ നിങ്ങൾ തീവ്രവാദിയാവും, അതുകൊണ്ട് ഞങ്ങൾ ഇന്നേ കൊല്ലുകയാണ് എന്ന് പറയുന്നത് എന്ത് ഫിലോസഫി, എന്ത് ന്യായമാണുള്ളത്? സ്ത്രീകളെ കൊല്ലുന്നോ? അവർക്ക് ആൾക്കാരെ പ്രസവിക്കാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് അവർ വീണ്ടും തീവ്രവാദം ഉണ്ടാക്കും, അതുകൊണ്ട് അവർ അതൊക്കെ എന്ത് ലോജിക്കാണ് ഇത്? ഹോസ്പിറ്റൽ തകർത്തു, അതിൻ്റെ താഴെ തീവ്രവാദി ഉണ്ട്, ഹമാസ് ഉണ്ട്. അപ്പം അപ്പം ഹമാസ് ഉണ്ട്. അപ്പം ഹമാസിനെ അറ്റാക്ക് ചെയ്യുമോ? നിങ്ങൾ സിവിലിയനെ കൊന്നിട്ടില്ല, ഞങ്ങളാരും കൊന്നിട്ടില്ല, അവർ വന്ന് ഫ്രണ്ടിൽ വന്ന് നിന്നതാണ്. എന്ത് നാണം കേട്ട പരിപാടി! ഇത്രയും ചെറിയൊരു രാജ്യത്തേക്ക് ഇത്രയും ആറ്റം ബോംബ് ഇട്ട്, ഏറ്റവും വേൾഡ് വാർ 2 ഇട്ടതിന് ശേഷം ഏറ്റവും കൂടുതൽ ആറ്റം ബോംബ് ഇട്ടിട്ടുണ്ട്. ആറ്റം ബോംബല്ല, ബോംബ് ഇട്ടിട്ടുണ്ട് പറഞ്ഞ ഒരു ചെറിയ സ്ഥലത്ത്, നമ്മുടെ കേരളത്തിൻ്റെ അത്രയും പോലും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഇരുന്നത്. എന്നുവെച്ചാൽ കോഴിക്കോടിൻ്റെ അതുപോലും ഇല്ല, കോഴിക്കോടിൻ്റെ അത്രയും പോലും ഇല്ലാന്ന് തോന്നുന്നു. അത്രയ്ക്കും ഇവർക്ക് നാണമില്ലയോ? ഇത്രയും ഒരു ജനങ്ങളെ ഇങ്ങനെ ഇപ്പം സമൂത് പറഞ്ഞ ഒരു ഫ്ലോട്ടില്ല, ലോകരാഷ്ട്രങ്ങൾ പോലും നിങ്ങൾക്കുള്ള അരി ഞങ്ങൾ കൊണ്ടുതരാം എന്ന് പറഞ്ഞ് ബോട്ടിലൂടെ വരുമ്പോൾ അവർ പറയുകയാണ് നിങ്ങൾക്ക് കയറാൻ പറ്റില്ല, ഞങ്ങൾ തടഞ്ഞു തോന്നുന്നതിന്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എന്നിട്ട് ലോകരാഷ്ട്രങ്ങളും ഉണ്ടാതിരിക്കുകയാണ്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖത്തറിലടിച്ചു, ഖത്തറിന് തിരിച്ചടിക്കാൻ കഴിവില്ലേ? ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ അതൊന്നും പറ്റുന്നില്ലേ? മിണ്ടാതിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നേരത്തെ പറഞ്ഞ എക്കോണമിക് ക്രഷാണ്. നിങ്ങൾ ഞങ്ങളുടെ എച്ചിൽ പട്ടികളാണ്, ഞങ്ങൾ എറിഞ്ഞിരുന്ന അപ്പകഷ്ണത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ എക്കണോമിക് ക്രഷ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലും. എബ്രഹാം ലിങ്കൺ, ജോൺ എഫ് കെന്നഡി മതി. അതിൻ്റെ കാരണം ഈ പറഞ്ഞ എപ്സ്റ്റൈൻ ഫയൽസ് എത്ര മിനിറ്റായി? 2 മണിക്കൂറാകുന്നു അല്ലേ?